അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഓരോ നബിമാരുടെയും പ്രബോധന കാലഘട്ടത്തിന് ശേഷം പിന്നീട് വന്ന തലമുറകൾ ആ നബിമാർ പഠിപ്പിച്ച തൗഹീദിൽ നിന്നും വ്യതിചലിച്ച് ഷിർക്കിലേക്ക് കൂപ്പുകുത്തിയത് അവരുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ നബിമാരുടെയും മഹാന്മാരുടെയും സ്മരണാർത്ഥം അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി അവരെ ഇടയാളനാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും പിന്നീട് തങ്ങളുടെ ആവലാദികളും വേവലാദികളും ആ ഖബറിൽ കിടക്കുന്ന മഹാനോട് നേരിട്ട് തന്നെ പറയുകയും ചെയ്തുകൊണ്ടാണ് നബിമാർ പഠിപ്പിച്ച തൗഹീദിൽ നിന്നും പിന്നീട് വന്ന തലമുറകൾ വ്യതിചലിച്ച് ഷിർക്കിലേക്കും കുഫറിലേക്കും പോയത്. തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, നബിമാർ തുടങ്ങിയവരുടെ ഖബറുകളാണ് ആ സമുദായം കെട്ടിപ്പൊക്കിയതെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം മഹാന്മാരാണെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ആളുകളുടെ ഖബറുകളും കെട്ടിപ്പൊക്കി അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന പ്രാർത്ഥനകളും ആരാധനകളും ആ ഖബറാളിയുടെ അടുത്ത് പോയി ചെയ്യുന്ന ദുരന്തത്തിനാണ് പിന്നീട് സമുദായം സാക്ഷ്യം വഹിച്ചത്. ഈ ഒരു ദുഷ്പ്രവൃത്തി അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് അതിര് കവിഞ്ഞു പോകുന്നതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരാളുടെ ഖബർ കെട്ടിപ്പൊക്കാൻ അയാൾ മഹാനാകണമെന്നില്ല, അയാളുടെ ഊരും പേരും അറിയണമെന്നില്ല, അയാളുടെ മുൻകാല ചരിത്രം അറിയണമെന്നില്ല, അയാൾ മുസ്ലിം ആകണമെന്ന് പോലുമില്ല, എന്തിനധികം അയാൾ ഒരു മനുഷ്യനാകണമെന്ന് പോലുമില്ല. ഇത് വെറുതെ പറയുന്നതല്ല സഹോദരങ്ങളെ. പട്ടിയെ കുഴിച്ചിട്ട ജാറം പോലും കേരളത്തിൽ ഉണ്ട് എന്ന് എഴുതിയത് ഇവിടുത്തെ ഖുറാഫികളുടെ പ്രസിദ്ധീകരണം തന്നെയാണ്. അതെന്തോ ആകട്ടെ, പക്ഷേ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അധ്യാപനങ്ങളെ, ഏകദൈവ വിശ്വാസത്തെ, തൗഹീദിനെ തകിടം മറിച്ചുകൊണ്ടാണ് ഇന്ന് ലോകത്തുള്ള സകല ജാറങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള കൊടിയ ശിർക്കിന്റെയും കുഫറിന്റെയും കേന്ദ്രങ്ങളായ ആയിരക്കണക്കിന് ജാറങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് കുടികൊള്ളുന്നുണ്ട്. ആരാണ് അത്തരം ജാറങ്ങളിൽ കിടക്കുന്നത്? ആ കിടക്കുന്ന ആളുകളുടെ ചരിത്രം എന്താണ്? അതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു പരമ്പരയാണ് ദർഗകൾ കഥ പറയുമ്പോൾ എന്ന ഈ പരമ്പരയിലൂടെ നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ത്യയിൽ ഇതിന്റെ മൂർത്തിഭാവം പ്രകടമായി കാണുന്ന ഒരു ജാറമാണ് രാജസ്ഥാനിലുള്ള അജ്മീർ ഖാജയുടെ ജാറം. നമുക്കറിയാം, ഏറ്റവും അധികം വിഗ്രഹവൽക്കരിക്കപ്പെടുകയും ഏറ്റവും അധികം ആരാധനകൾ അർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ജാറമാണ് അജ്മീർ ഖാജയുടേത്. അജ്മീർ ഖാജക്ക് ഇവർ വിളിക്കുന്ന വിളിപ്പേര് ഇന്ത്യയുടെ സുൽത്താൻ എന്നാണ്. ഏത് കാലഘട്ടത്തിലും ഇന്ത്യ രാജ്യം ആര് ഭരിക്കണമെന്നും ഇന്ത്യ രാജ്യം ആര് നിയന്ത്രിക്കണമെന്നും തീരുമാനിക്കുന്നത് അജ്മീർ ഖാജയാണത്രേ. എന്നാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടക്ക് അനവധി തവണ ന്യൂനപക്ഷ ധ്വംസനങ്ങളും ന്യൂനപക്ഷ അതിക്രമങ്ങളും നടന്നിട്ടും ഈ അജ്മീർ ഖാജ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. അപ്പോൾ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് അജ്മീർ ഖാജയാണ് എന്ന് ഇവർ സാധാരണയായി സ്റ്റേജിലും പേജിലും എഴുതിയും പ്രസംഗിച്ചും നടക്കാറുണ്ട്. മാത്രമല്ല, ബഡായുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ബ്രിട്ടീഷ് വൈസ്രോയി വരെ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് അജ്മീർ ഖാജയാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നും ഇവർ സാധാരണ തള്ളിവിടാറുണ്ട്. ആദ്യമായി ആ മാരക തള്ളിന്റെ ഒരു ക്ലിപ്പ് കാണുക. ഡൽഹിയില് മഹാത്മാഗാന്ധി മ്യൂസിയം എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിയം ഉണ്ട്. നിങ്ങളിപ്പം പോയാൽ കാണാൻ കഴിയില്ല. അത് അടച്ചു. വാജ്പേയി സർക്കാർ വന്നപ്പോൾ അത് അടച്ചു. കാരണം അത് അടച്ചിട്ടില്ലെങ്കിൽ ചരിത്രത്തെ ധ്രുവീകരിക്കാൻ കഴിയില്ല. മഹാത്മാഗാന്ധി മ്യൂസിയത്തിൽ 2 കത്തുകളുണ്ട്. ഒന്ന്, ഇവിടെ ബ്രിട്ടീഷ് ഭരണം ഉണ്ടായിരുന്ന കാലത്ത് ഇവിടുത്തെ ഭരണം നിയന്ത്രിച്ചിരുന്ന കേണലിന് ആഗോളതലത്തിൽ ബ്രിട്ടീഷിന്റെ വൈസ്രോയി അയച്ച കത്താണ്. മറ്റൊന്ന്, ഇവിടെ ഉണ്ടായിരുന്ന കേണൽ വൈസ്രോയിക്ക് അയച്ച കത്താണ്. 2 കത്തിന്റെയും കോപ്പി മഹാത്മാഗാന്ധി മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിപ്പുണ്ട്. ആ കത്തിൽ പറയുന്നത്, ഇങ്ങോട്ടേക്ക് വന്ന കത്ത്, ബ്രിട്ടീഷിന്റെ ഭരണം അന്ന് നിങ്ങളൊക്കെ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടാവും. അന്ന് ഏകദേശം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് രാഷ്ട്രം എന്നാ പറയല്. എന്ന് പറഞ്ഞാൽ ലോകം അവരുടെ കയ്യിലായിരുന്നു. നമ്മള് മൊയ്തീമായിലൊക്കെ ചൊല്ലില്ലേ, ഭൂമി ഉരുണ്ട പോലെ എൻ കയ്യിൽ എന്നോ പറഞ്ഞത്, അതേപോലെ ആയിരുന്നു അവരെ കയ്യിലിരുന്നത്. അവർ വിചാരിച്ചാൽ ഇവിടെ എന്ത് നടക്കുമായിരുന്നു. വലിയ വലിയ അത്യുന്നതന്മാരായ ആളുകളുടെ, വലിയ സമ്പന്നന്മാരായ ആളുകളുടെ ഒക്കെ രാഷ്ട്രങ്ങൾ അവർ പിടിച്ചെടുത്തു. പക്ഷേ ഇന്ത്യ പിടിച്ചെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇന്ത്യയിൽ അവർ ഭരണം നടത്തിയ കാലത്തൊന്നും സമാധാനത്തോടെ അവർ ഭരിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈസ്രോയി കേണലിന് കത്തെഴുതുന്നത്, മറ്റ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് പട്ടിണി പാവങ്ങളുടെ പ്രദേശമാണ് ഇന്ത്യ. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ത്യയെ അടക്കി ഭരിക്കാൻ കഴിയാത്തത് എന്ന് ചോദിക്കുമ്പോൾ അമുസ്ലിമായ കേണൽ തിരിച്ചയക്കുന്ന കത്ത്, ഇന്ത്യയെ ഭരിക്കുന്നത് രാജസ്ഥാനിലുള്ള ഒരു ശവകുടീരമാണ്. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളാണ് ഇന്ത്യയെ ഭരിക്കുന്നത് എന്ന്
അന്ന് ബ്രിട്ടീഷിന്റെ കേണൽ വൈസ്രോയ്ക്ക് അയച്ച കത്താണ് ഇംഗ്ലീഷിലുള്ള കത്ത് ഇപ്പോഴുണ്ടത്. സുഹൃത്തുക്കളെ, ഈ 2 മിനിറ്റിനടുത്തുള്ള ഈ ക്ലിപ്പില് എന്തോരം തള്ളാണ് ഈ മുസ്ലിയാർ തള്ളിവിട്ടതെന്നറിയോ? ഒന്ന്, ഡൽഹിയിലുള്ള മഹാത്മാഗാന്ധി മ്യൂസിയം പല്ലത് അടച്ചുപൂട്ടിയെന്നാണ് ഇയാൾ 3-4 വർഷം മുമ്പ് പ്രസംഗിച്ചതാണ്. ഡൽഹിയിലുള്ള മഹാത്മാഗാന്ധി മ്യൂസിയം ഒരു കാലത്ത് അടച്ചുപൂട്ടിയിട്ടില്ല. കോവിഡ് കാലത്ത് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുള്ളൂ, ശരിയാണ്. അത് എല്ലാ അസുഖങ്ങളും മാറ്റുന്ന, എല്ലാ ബാക്ടീരിയകളും തുരത്തി ഒളിക്കുന്ന ഇവരുടെ ജാരത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നല്ലോ. അതിരിക്കട്ടെ. അപ്പൊ ഡൽഹിയിലുള്ള ഈ മഹാത്മാഗാന്ധി മ്യൂസിയത്തിൽ 2 കത്തുകളുണ്ട് അത്രേ. എന്താണ് ആ കത്ത്? ഒന്ന്, ഇവിടെ ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് കേണല് ബ്രിട്ടീഷ് വൈസ്രോയ്ക്ക് അയച്ച കത്ത്, അതിന് മറുപടി ആയിട്ട് വൈസ്രോയ് ഇങ്ങോട്ട് അയച്ച കത്ത്. അപ്പൊ ആ കത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? വൈസ്രോയ് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, എടാ ചങ്ങായി, ഇവിടുന്ന് ഇന്ത്യ പിടിച്ചെടുക്കാൻ വേണ്ടി പോയതാണല്ലോ, ഇത്തരം കാലത്ത് ലോകത്തുള്ള പല രാജ്യങ്ങളും പിടിച്ചടക്കിയിട്ടും ഈ ദരിദ്രന്മാരുടെ രാജ്യമായി ഇന്ത്യ പിടിച്ചെടുക്കാൻ എന്താ നിന്നെ കൊണ്ട് കഴിയാത്തതെന്ന് വൈസ്രോയ് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പൊ കേണൽ ഇവിടുന്നാണ് മറുപടി, വൈസ്രോയ്, നിങ്ങൾ വിചാരിച്ച മാറില്ല ഇവിടുത്തെ കാര്യങ്ങള്. ഇവിടെ നമ്മൾ എന്ത് സന്നാഹിറ്റും വന്നിട്ട് കാര്യമില്ല, അനുഭവം വിട്ടിട്ടും കാര്യമില്ല. ഇവിടെ ഇന്ത്യ ഭരിക്കുന്നത് രാജസ്ഥാനിലുള്ള അജ്മീറിലുള്ള ഒരു ശവകുടീരാണ്. ആ ശവകുടീരത്തിൽ കിടക്കുന്ന അജ്മീർ ഖോജ എന്ന വ്യക്തിയാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ പിടിച്ചെടുക്കാൻ, ഇന്ത്യ രാജ്യം പൂർണ്ണമായി അടക്കി ഭരിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് വൈസ്രോയ് അങ്ങോട്ട് തിരിച്ചു മറുപടി കൊടുത്തു എന്നാണ് ഈ മുസ്ലിയാരുടെ തള്ള്. എല്ലാ ശിർക്കും ഖുറാഫാത്തും പ്രസംഗത്തിന്റെ പുറമെ മാലിം മൗലൂദും പാട്ടും ബെയ്ത്തുമൊക്കെ ഇറക്കുന്നുണ്ടല്ലോ. ഇനി ഇതും അതുപോലെയാണ് ഇറക്കിക്കാളി. ദുബായ് കത്തുപാട്ടുമാരി, എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ വൈസ്രോയി വായിക്കുവാൻ സ്വന്തം കേണൽ, അങ്ങനെ കറക്കുഞ്ഞവര് ഇരിക്കട്ടെ. ഈ ചങ്ങായിക്കൊക്കെ ദീന് ഏതായാലും അറിയില്ല, തലയെ കിട്ടും ബിരുദുണ്ടെന്നല്ലാതെ ദീനിന്റെ അടിസ്ഥാന ഉസൂലുകൾ ഏതായാലും അറിയില്ല. എന്നാൽ ഒരു ചരിത്രം പഠിക്കണ്ടേ, ഒരു ചരിത്രബോധം വേണ്ടേ? ഇവിടെ 2 നൂറ്റാണ്ട് കാലത്തോളം 200 വർഷക്കാലം ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടുണ്ട്. 1757 മുതൽ 1858 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും 1858 മുതൽ 1947 വരെ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് അധികാരം കൈപ്പറ്റിക്കൊണ്ട് രാജ്ഞി നേരിട്ടും ഭരിച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ 60% പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. 40% നാട്ടുരാജാക്കന്മാരുടെ കയ്യിലും. ആ നാട്ടുരാജാക്കന്മാരിൽ പലരും ബ്രിട്ടീഷുകാരുടെ പോക്കറ്റിലും ആയിരുന്നു. അവർ കൊടുക്കുന്ന തിട്ടൂരം അനുസരിച്ച് രാജ്യം ഭരിച്ചിരുന്ന ആൾക്കാരായിരുന്നു പലരും. എന്നിട്ടാണ് ഇയാൾ പറയുന്നത് ഇന്ത്യ രാജ്യം ഭരിക്കാൻ നമ്മൾ കൊണ്ട് കഴിയുന്നില്ല, അത് അജ്മീർ ഖാജ ഉള്ളതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, ഇതിൽ ഏറ്റവും വലിയ കോമഡി അതല്ല. 40% നാട്ടുരാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നെന്ന് പറഞ്ഞല്ലോ. അതിൽ പല ആൾക്കാരും ബ്രിട്ടീഷുകാരുടെ പോക്കറ്റിലായിരുന്നു. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് രാജസ്ഥാൻ. രാജസ്ഥാന്റെ ആ കാലഘട്ടത്തിലെ പേര് രാജ്പുത്താന എന്നായിരുന്നു. മാത്രമല്ല, ഈ രാജസ്ഥാനിലെ അജ്മീർ എന്ന് പറയുന്ന പ്രദേശം ഉണ്ടല്ലോ, അജ്മീർ ഖാജ കിടക്കുന്ന പ്രദേശം, ആ പ്രദേശം ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച പ്രദേശമായിരുന്നു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു, ചരിത്രപരമായ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ നാട്ടുരാജ്യങ്ങളെ മുഴുവൻ നിരീക്ഷിക്കാൻ പറ്റിയ ഒരു കേന്ദ്രമായിട്ടാണ് അവർ അജ്മീറിനെ കണ്ടിരുന്നത് ബ്രിട്ടീഷുകാർ. അതുകൊണ്ട് തന്നെ അജ്മീർ എന്ന പ്രദേശം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്നു. ഇവരെന്താ സാധാരണ തള്ളാറുള്ളത്? അജ്മീർ ഖാജയാണ് ഇന്ത്യ ഭരിക്കുന്നത്, ലോകം ഭരിക്കുന്നത്. ആ അജ്മീർ ഖാജ ഉള്ളോടത്തോളം കാലം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഭരിക്കാൻ സാധ്യമല്ല. എന്നിട്ടോ ആ അജ്മീർ ഖാജ കിടക്കുന്ന രാജസ്ഥാനിലെ അജ്മീർ എന്ന പ്രദേശം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. ഇത് വല്ലതും ഈ ഖുറാഫി മുസ്ലിയാർക്ക് വല്ലതും അറിയോ? അങ്ങനെ തള്ളിവിടന്നെ മുന്നിൽ വായു പൊളിച്ചിരിക്കുന്ന കുറെ കൗമുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും മുണുങ്ങിക്കോളുമല്ലോ, അങ്ങനെ മെച്ചണ്ടല്ലോ ഉമ്മാർക്ക്. അപ്പൊ ഇതാണ് അജ്മീർ ഖാജയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു തള്ള്. ഇനി അടുത്തതല്ല എന്താ, ഓരോ മൊല്ലന്മാരും തലകെട്ടും കെട്ടിട്ട് അങ്ങനെ വായി തോന്നിയ തള്ളിവിടുന്നതാണ് ഔലിയാക്കളി എന്ന് പറയുന്ന ആളുകളുടെ പേരില്. ഇനി വേറെ ഒരുത്തം പറയാണ്, ഈ ഖാജ ഉണ്ടല്ലോ അത് ഇന്ത്യയുടെ നബിയാണ് എന്ന്. കേട്ടോളി. നമുക്ക് നൽകിയതായിരിക്കുന്ന ഒരു മഹാനാണ് സുൽത്താനുൽ ഹിന്ദി ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങൾ. സുറഹുൽ അസീസ് നമ്മളുടെ ഇന്ത്യൻ്റെ റസൂലാണ്, നബിയാണ്. ഒരുപാട് കടപ്പാടും ഉത്തരവാദിത്വവും ഒക്കെ നമ്മളോട് ഉള്ളതായിരിക്കുന്ന ഒരു നബിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദി ഖാജ റസൂലുള്ളാഹ് ഖാജ റളിയല്ലാഹു തആല അൻഹു. സുഹൃത്തുക്കളെ, യുവന്മാരുടെ തലന്റെ ഉള്ളിൽ കയറുന്ന തലപ്പാവിന്റെ ഉള്ളിൽ കയറുന്ന ശൈത്താൻ ഇങ്ങനെ പറയണം, ഉത്ബോധനം കേൾക്കാണ്. പറഞ്ഞോട് പരമാവധി കുഫറും പരമാവധി ഇസ്ലാമിക വിരുദ്ധമായ അടിസ്ഥാന വിരുദ്ധമായ കാര്യങ്ങളും പൊലമ്പിക്കൂട് ഇങ്ങനെ ശൈത്താൻ ഉത്ബോധനം കൊടുക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കേവലം ഒരു കുറച്ചെങ്കിലും ഈമാനുള്ള, കുറച്ചെങ്കിലും ഇസ്ലാമിക കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരാൾ ഇങ്ങനെ പറയോ? അപ്പൊ അജ്മീർ ഖാജ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ റസൂലാണ്, ഇന്ത്യയുടെ നബിയാണ്.
നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം നബിയില്ല, റസൂലില്ല, ഖാത്തമുൻ നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇവർക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോ നബിമാരെ കണ്ടെത്രേ. ഇവിടെ നിങ്ങളും ഖാദിയാനികളും തമ്മിൽ എന്താ വ്യത്യാസം? മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി നബി എന്ന ഓലവാദം, നിങ്ങൾ പറഞ്ഞത് അജ്മീർ ഖ്വാജ നബിയാണ്, റസൂലാണ്. ലോകത്തെ മൊത്തം സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ അയച്ച വേറെ നബിയാണ് അത്ര അജ്മീർ ഖാജ. പല ഔലിയാക്കൾ എന്ന് പറയുന്ന ഈ വട്ടന്മാരെ പിടിച്ചിട്ട് അള്ളാഹിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയിക്കണ ഈ അമുഖ്യങ്ങൾക്ക് അജ്മീർ ഖ്വാജനെ പിടിച്ച് നബിയാക്കാൻ വല്ല പ്രയാസം ഉണ്ടാകുമോ? അപ്പൊ ഇരിക്കട്ടെ, അപ്പൊ അജ്മീർ ഖ്വാജ നബിയാണ്, ഇന്ത്യയുടെ നബിയാണ്. ഈ ഇന്ത്യയുടെ നബിയായ അജ്മീർ ഖ്വാജ ഇന്ത്യയിൽ ജനിച്ചു വളർന്നതാണോ? അല്ല. പിന്നെ എഴുത്തുകാരനാണ്. ഇറാനിലെ സഞ്ചർ എന്ന ഗ്രാമത്തിലാണ് അജ്മീർ ഖാജയുടെ ജനനം. ആ ഇറാനിൽ ജനിച്ച, അഫ്ഗാനിസ്ഥാന്റെയും ഇറാന്റെയും അതിർത്തി പ്രദേശമായ അവിടെ ജനിച്ച അജ്മീർ ഖാജ എങ്ങനെയാണ് ഇന്ത്യയിലെത്തിയത്? അതിന് ചരിത്രപരമായ വലിയൊരു കാരണം ഒരു പറയാറുണ്ട്, വലിയൊരു തള്ളു. എന്ത്? റസൂല്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് അയച്ചതാണ് അജ്മീർ ഖാജനെ ഇന്ത്യയിലേക്ക് എന്ന് ആര് പറഞ്ഞു? ഏറ്റവും വലിയ കൂട്ടാളിയായ ശൈത്താൻ പറഞ്ഞെടുത്തു. അല്ല, അതിന് ചരിത്ര രേഖയൊന്നുമില്ലല്ലോ. അപ്പൊ ശൈത്താൻ പറഞ്ഞെടുക്കുമ്പോൾ പല മൊല്ലന്മാരും പല കോലത്തിലും പറയും. ശൈത്താൻ പലർക്കും പല കോലത്തിലും ഉത്ബോധനം നൽകുക. അപ്പോ അജ്മീർ ഖ്വാജയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ത്യയിലേക്ക് അയച്ചു കൊടുത്ത ചരിത്രങ്ങളും ആ ചരിത്രങ്ങളിലെ വൈരുദ്ധ്യങ്ങളുമാണ് ഇനി പറയാൻ പോകുന്നത്. വരട്ടെ ആദ്യത്തെ ക്ലിപ്പ്. അങ്ങനെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഈനുദ്ദീൻ തങ്ങളെ മദീനയിലേക്ക് വിളിച്ചു. അങ്ങനെ മദീനയിലേക്ക് ചെന്ന്, ചുരുക്കി പറയാ, മദീനയിൽ വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർവിയിൽ തന്നെ കാണാൻ സാധിച്ചു മുഈനുദ്ദീൻ തങ്ങൾ. അവിടുന്ന് സലാം പറഞ്ഞപ്പോ ഉണർവിയിൽ തന്നെ സലാം അടക്കി. അങ്ങനെ മുഈനുദ്ദീൻ തങ്ങളോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഇന്ത്യയിൽ രാജാവായി സുൽത്താനായി നിശ്ചയിച്ചിരിക്കുന്നു, നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം. മുഈനുദ്ദീൻ തങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇന്ത്യ എന്നുള്ള പേര്. അങ്ങനെ മുഈനുദ്ദീൻ തങ്ങളോട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ അജ്മീർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അജ്മീർ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോകണം. മുഈനുദ്ദീൻ തങ്ങൾ ബേജാറായി. അവിടുന്ന് പറഞ്ഞു റസൂലുള്ളാഹിനോട്, നബിയെ, എനിക്ക് ഇന്ത്യയും അജ്മീറും ഒന്നും അറിയില്ലല്ലോ, എനിക്ക് അങ്ങോട്ട് വഴിയും അറിയില്ലല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ത്യയുടെ ഭൂപടം അങ്ങനെ ഒരു ഗോളമാക്കി കാണിച്ചു കൊടുത്തു, കയ്യിൽ കാണിച്ചു. ഇതാണ് ഇന്ത്യ. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യ അടങ്ങുന്ന രാജ്യങ്ങൾ ഒരു ഭൂപടമായി കാണിച്ചു കൊടുത്തു. അപ്പോ മനസ്സിലാക്കി പോകുന്ന വഴി ഇങ്ങനെ, അന്നത്തെ വഴി ഇങ്ങനെ കാണിച്ചു കൊടുത്തു, എല്ലാം കാണിച്ചു കൊടുത്തു, അജ്മീർ വരെ എത്തുന്ന വഴി കാണിച്ചു. അങ്ങനെ മനസ്സിലായി. അപ്പൊ അജ്മീർ ഖാജ ഇറാനിലെ സഞ്ചറിൽ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞടന്നിരുന്ന കാലഘട്ടത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്കാണ് വിളിച്ചു. അജ്മീർ ഖാജനെ നേരിട്ട് ഇവിടെ വരി, നിങ്ങളെ കുറച്ച് ഉത്തരവാദിത്തം ഏൽപ്പിക്കാണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോ അജ്മീർ ഖാജ മദീനയിലെത്തി. മദീനയിലെത്തിയിട്ട് റസൂലുള്ളാഹിനെ നേരിട്ട് സംസാരിക്കുകയാണ്. ഉറക്കത്തിലൊന്നല്ല, സ്വപ്നത്തിലല്ല, ഉണർവിൽ തന്നെ. അജ്മീർ ഖാജ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി ഖബറിൽ നിന്ന് പുറത്തു വന്നിട്ട് നേരിട്ട് വന്നിട്ട് വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുഷാഫാത്തൊക്കെ ചെയ്ത് ലോകിയൊക്കെ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാ നിങ്ങളെ ഞാൻ ഇന്ത്യയുടെ രാജാവായി നിയമിച്ചിരിക്കുന്നു. ഇന്ത്യ രാജ്യം ഇനി മുതൽ ഭരിക്കാൻ പോകുന്നത് നിങ്ങളാണ് ഖിയാമത്ത് നാൾ വരെ. അതുകൊണ്ട് ഇന്ത്യയിലെ രാജസ്ഥാൻ എന്ന സംസ്ഥാനത്ത് അവിടെ അജ്മീർ പോണങ്ങൾ അവിടെ പോയി കൊടുന്നോളി എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്മീർ ഖാജയെ വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പോവാണ്. ഇത് കേട്ടതും അജ്മീർ ഖാജ ബേജാറായി. മൂപ്പര് ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇന്ത്യ എന്ന സാധനം തന്നെ. മൂപ്പര് ഇങ്ങനെ അന്തം വിട്ട്, എന്താ ഇപ്പം ഞാൻ ചെയ്യുക, എനിക്ക് ഇന്ത്യനെ കുറിച്ച് യാതൊരു ധാരണയില്ല, ഒന്നുമില്ല. ഇവിടുന്ന് ആദ്യമായിട്ട് പണ്ടത്തെ കാലത്ത് ഉംറ വിസക്കൊക്കെ ഗൾഫ് പോകണ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവിടെ പോയി കാണാൻ എന്താ ചെയ്യേണ്ടിന്ന് അറിയാൻ അന്തം വിട്ട് നടക്കുന്ന ആൾക്കാർ, ആര് ബേജാറുണ്ടാവില്ല ഉള്ളില് എന്ന് പറഞ്ഞ മാതിരി അജ്മീർ ഖാജനെ എങ്ങോട്ട് വിടുകയാണ്. അപ്പൊ അജ്മീർ ഖാജ ബേജാറായിട്ട് പറയാണ്, റസൂല് ഇന്ത്യ എനിക്ക് അറിയില്ലല്ലോ. എവിടെ പോട്ട ഖുറാഫികളെ, നിങ്ങൾ അജ്മീർ ഖാജനെ കുറിച്ച് എന്താ സാധാരണ പഠിപ്പിക്കാറുള്ളത്? ജനിക്കുമ്പോ തന്നെ വലിയാണ്. വലിയ എന്ന് പറഞ്ഞാൽ പോരാ, ഔലിയാക്കളെ നേതാവുമാണ്, കുത്തുബുമാണ്, വൗസുമാണ്, എല്ലാ കുന്തുമാണ്. ഇങ്ങനെ കുത്തുബും വൗസുമായ ഒരാൾക്ക് ഇന്ത്യ എന്താണെന്ന് അറിയില്ല, അങ്ങനെ രാജ്യമുണ്ടോന്ന് അറിയില്ല, അങ്ങനെയുള്ള വഴി എന്താണെന്ന് അറിയില്ല. അവിടെ പോയിട്ട് പട്ടി ചന്തക്കോയാല് എന്തെങ്കിലും തെണ്ടി തിരിഞ്ഞ് നടക്കണോ, എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ, ഞാൻ എന്താ ചെയ്യേണ്ടിന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ബേജാറായി അങ്കലാപ്പിലായി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് നിങ്ങളെ വലിയന് ചേർന്ന പദവിയാണോ, സ്വഭാവമാണോ? നിങ്ങളെ വലിയന് എല്ലാം അറിയാലോ. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഇലയനക്കം പോലും വലിയന് അറിയുന്ന സാധാരണ തള്ളിമറിക്കാറുള്ളത്. എന്നിട്ട് ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിനെ കുറിച്ച് അജ്മീർ ഖാജക്ക് അറിയില്ല, അങ്ങോട്ടുള്ള റൂട്ട് അറിയില്ല, അവിടെ പോയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. മൂപ്പരെങ്ങനെ ബേജാറായി നിൽക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ത്യയുടെ ഒരു ഭൂപടം കയ്യിലാണ് കൊടുത്തു.
ഭൂപടം കിട്ടിയിട്ട് അജ്മീർ ഖാജക്ക് എന്ത് കാര്യം? കുറുക്കൻ ആമന കിട്ടിയ മാതിരി തിരിച്ചു മറിച്ചും ഇങ്ങനെ നോക്കുക എന്നല്ലാതെ മൂപ്പർക്ക് അതിനെ കുറിച്ച് ധാരണല്ലോ. അപ്പൊ എന്താ റസൂൽ ഈ സാധനം? ഇതാണ് ഭൂപടം, ഇന്ത്യയുടെ ഭൂപടം. എന്നിട്ട് റസൂൽ ഇങ്ങനെ ഒരു പെൻസിലോ പെന്നോ അങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കണതാ, ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ രാജ്യം. ഇതാണ് ഇതിന്റെ അയൽ രാജ്യങ്ങൾ, കര പങ്കിടുന്ന രാജ്യങ്ങൾ, വടക്ക് ഭാഗത്ത് ചൈന, നേപ്പാള്, മ്യാൻമർ, ഭൂട്ടാന്. പിന്നെ സമുദ്രം പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇപ്പുറത്ത് ശ്രീലങ്ക, പിന്നെ മാലിദ്വീപ്. ഇതൊക്കെയാണ് ഇതിന്റെ രാജ്യങ്ങൾ. ഏകദേശം ഒരു ചിത്രം റസൂലുള്ള കൊടുത്തു. അപ്പൊ അജ്മീർ ഖാജക്ക് ഏകദേശം ഒരു പൊടുത്തം കിട്ടിയെന്നാണ് ഈ പറയണത്. ഏത് അജ്മീർ ഖാജ? ആമസോൺ കാടിലുള്ള ഒരു കറുത്ത കൂരാക്കൂരിട്ടിലുള്ള ഒരു മരത്തിന്റെ മുകളിലുള്ള അരിച്ചു നടക്കുന്ന ഒരു എറുമ്പിന്റെ കാലിന്റെ ചലനം പോലും അറിയുന്ന മഹാനായ വലിയ എന്ന് പറയുന്ന അജ്മീർ ഖാജക്ക് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെക്കുറിച്ചും ആ രാജ്യത്തിലേക്ക് പോകുന്ന വഴികളെക്കുറിച്ചും അവിടെ ചെയ്യേണ്ട ജോലികളെക്കുറിച്ചും യാതൊന്നും അറിയില്ല എന്നാണ് ഈ ഖുറാഫി മൊല്ലമാർ തള്ളിവിടുന്നത്. ഇരിക്കട്ടെ, അപ്പൊ എന്താ ഇതിൽ ഈ ഖുറാഫി പറഞ്ഞത്? ഭൂപടം കാണിച്ചു കൊടുത്തു, ഉറക്കത്തിലല്ല ഉണർവിയിലെന്ന്. ഇത് ഒരിക്കൽ പറഞ്ഞത് ഖുറാഫിക്ക് പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. ഇവൻ തന്നെ പിന്നീട് പറയുന്നു സ്വപ്നത്തിലാ കാണിച്ചു കൊടുത്തതെന്ന്. കേട്ടോളി. അജ്മീർ ശൈഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ മുമ്പിൽ പോയി ഇരുന്ന് മുറാഖബത്തിലായി ഇരിക്കുമ്പോൾ റസൂലുള്ളാഹിയെ നേരെ കാണുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അജ്മീർ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, യാ ബുനയ്യ യാ മുഈനുദ്ദീൻ, എന്റെ കുഞ്ഞിമോനെ മുഈനുദ്ദീൻ. റസൂലുള്ള പേര് വിളിച്ചു മുഈനുദ്ദീൻ. നീ ഇവിടെ നിന്നാൽ പോരാ, നീ ഇന്ത്യയിലേക്ക് പോവണം. ഇന്ത്യ കുറെ അകലെയാണ് കേട്ടോ. അജ്മീർ ശൈഖ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം കുറെ അകലെയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഭാഗത്തേക്ക് തീരെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ അജ്മീർ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഇന്ത്യയെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. എവിടെയാണ് ആ സ്ഥലം, എങ്ങോട്ടാണ്, എങ്ങനെയാണ് അങ്ങോട്ട് പോവേണ്ടത്, വഴി അറിയില്ല, ഞാൻ അങ്ങോട്ട് പോവും. അങ്ങനെ അജ്മീർ ശൈഖ് റളിയല്ലാഹു തആല അൻഹു അന്ന് രാത്രി ഉറങ്ങുന്നു. രാത്രി ഉറങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ വരുന്നു. അവരോട് പറയുന്നു, നിങ്ങൾ ഇന്ത്യയിൽ പോയി ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും ദർശനവും നൽകണം. അങ്ങോട്ട് പോവേണ്ടത് വഴികളൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുന്നു. പേരുകളൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു. ഇന്ത്യയിലേക്കുള്ള വഴി പേര് പറഞ്ഞു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ അറിയാത്ത നാടുണ്ടോ? ഖുറാഫിക്ക് ശൈത്താനിയത്ത് കുത്തി നിറച്ച തലച്ചോറായതുകൊണ്ട് ഒരിക്കൽ പറഞ്ഞു പിന്നെ ഓർമ്മ ഉണ്ടായിക്കോളുന്നില്ല. അപ്പൊ ഇതിലെന്താവും പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ അടുത്ത് നേരിട്ട് ചെന്നിട്ട് ഇന്ത്യയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചെടുത്തു. അങ്ങനെ ഇന്ത്യക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഖാജിയെ സംബന്ധിച്ച് ഇന്ത്യ വളരെ അകലെയാണ് എന്ന് എന്റെ വക. എടോ, നിങ്ങളെ ഔലിയാക്കൾക്ക് അകലെ അടുത്ത് എന്നുള്ള വ്യത്യാസമുണ്ടോ? നൊടിയുടെ കൊണ്ട് എവിടേക്കെത്തിക്കൂടെ? സെക്കൻഡ് കൊണ്ട് ഒരു കണ്ണിമ വെട്ടുന്ന വേഗതയിൽ പായുന്ന ആൾക്കാരല്ലേ നിങ്ങളെ ഔലിയാക്കള്. ഇരിക്കട്ടെ, അപ്പൊ അജ്മീർ ഖാജ പറഞ്ഞു ഇന്ത്യ എത്രയോ ദൂരാണ്, എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ പോകുന്നൊക്കെ പറഞ്ഞ് ആകുലപ്പെട്ട് അന്ന് കിടന്നുറങ്ങിയപ്പോ ഉറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നു എന്നാ. ഇവിടെ വേറൊരു വൈരുദ്ധ്യം എന്താണ്? ഇവന്മാരനെ പറയുന്നുണ്ട് 70 കൊല്ലം അജ്മീർ ഖാജ ഉറങ്ങാറില്ലായിരുന്നു. രാത്രി ഇശ നിസ്കരിച്ച ഒന്നുകൊണ്ടാണ് സുബി നിസ്കരിച്ചിരുന്നത്. പകല് 70 കൊല്ലം മുഴുവനും നോമ്പായിരുന്നു. ആ ക്ലിപ്പ് ഞാൻ ഇടും ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അപ്പൊ 70 കൊല്ലം ഉറങ്ങാത്ത അജ്മീർ ഖാജന്റെ അടുത്തേക്ക് എങ്ങനെയാണോ റസൂലുള്ള ഉറങ്ങണ സമയത്ത് വന്നത്? കഥയിൽ ചോദ്യമില്ലല്ലോ, ഖുറാഫിനോട് ചോദിച്ചിട്ട് വല്ല മറുപടിയും കിട്ടും. അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഏതായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നിട്ട് ഇന്ത്യയിലേക്ക് പോകാനുള്ള വഴികളും റൂട്ടുകളും കാര്യങ്ങളും അതിന്റെ ഓരോ രാജ്യങ്ങളും അതിർത്തികളൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നാണ്. എന്നിട്ട് ഇവൻ ചോദിക്കുകയാണ്, റസൂലിന് അറിയാത്ത വഴിയുണ്ടോ? റസൂലിന് അറിയാത്ത നാടുണ്ടോ? എടോ ഖുറാഫി, അജ്മീർ ഖാജക്ക് അറിയാത്ത നാടുണ്ടോ? അജ്മീർ ഖാജക്ക് അറിയാത്ത വഴിയുണ്ടോ? അജ്മീർ ഖാജ പോകാത്ത സ്ഥലമുണ്ടോ? എന്നിട്ട് അജ്മീർ ഖാജക്ക് ഇതൊന്നും അറിയില്ല. റസൂലുള്ളാഹി വന്ന് കാണിച്ചു കൊടുക്കണം. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് ഇവന്മാരെ കഥ. ഒരു ലക്കുല്ലകാനില്ലാത്ത എവിടുന്നെങ്കിലൊക്കെ കിട്ടിയതെങ്ങനെ അടിച്ചുവിടും ഓരോരുത്തന്റെ ഭാവനക്കനുസരിച്ച്. ഇതിപ്പോ ഇവ ആദ്യം പറഞ്ഞു റസൂലുള്ളാഹി ഉണർവിയിൽ നേരെ ഗ്ലോബ് ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്തു എന്ന്. പിന്നെ പറഞ്ഞു റസൂലുള്ളാഹി സ്വപ്നത്തിൽ ഒന്ന് കാണിച്ചു കൊടുത്തു എന്ന്. എന്നാ വേറെ ഖുറാഫി പറഞ്ഞ വർത്താനം കേട്ടോളി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ദർബാർ മദീനയിലേക്ക് മഹാനരായ ഖാജ തങ്ങളെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് മഹാനരായ ഖാജ തങ്ങളോട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഹിന്ദിയിലേക്ക് യാത്ര ചെയ്യണം. അന്ത വലിയുൽ ഹിന്ദി വസുൽത്താനുഹ, നിങ്ങൾ ഹിന്ദ് എന്ന് പറയുന്ന പ്രദേശത്തെ മുഴുവൻ ഔലിയാക്കളുടെയും രാജാവാണ്. എന്നു മാത്രമല്ല
ആ നാടിന്റെ അധിപൻ കൂടിയാണ് തങ്ങളെന്ന് മഹാനരായ ഖാജ തങ്ങളോട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ചരിത്രങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്നിട്ട് ഹബീബായ തങ്ങൾ അവിടുത്തെ ആ മഹത്തായ പരിശുദ്ധമായ റൗദ ഷരീഫിൽ നിന്ന് ഖാജ തങ്ങൾക്ക് ഒരു റുമാൻ സമ്മാനമായി നൽകുകയാണ്. ആ റുമാൻ കയ്യിൽ പിടിച്ച് അതിൽ തെളിയുന്ന വഴികളിലൂടെ സഞ്ചരിച്ചാണ് മഹാനരായ ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിയത്. അപ്പൊ ഇവന്റെ ചവിട്ടിൽ ശൈത്താൻ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പറയാനാണ്. എന്താ മുഖം പറഞ്ഞത്? ഖാജ മൊയ്നുദ്ദീൻ റസൂലുള്ളാന്റെ ഖബറിന്റെ അടുത്ത് ചെന്നു. റസൂലുള്ള വിളിച്ചു വരുത്തിയതാണല്ലോ. അങ്ങനെ സംഭാഷണ, ഇന്ത്യയിലേക്ക് പോകണം, താങ്കൾ ഇന്ത്യയുടെ അധിപനാണ്, അവിടുത്തെ രാജാവാണ്, അവിടുത്തെ സുൽത്താനാണ്, കുത്തുബാണ്, ഗൗസാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞെടുത്തു. അങ്ങനെ ഇന്ത്യയിലേക്ക് പോകാനുള്ള വഴി അറിയാതെ വിഷണ്ണനായിരുന്ന ഖാജയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു ഉറുമാമ്പയായിട്ട് നീട്ടിയതാണ്. റൗള ഷരീഫ് എന്ന് ഉമ്മാർ ഉദ്ദേശിക്കുന്നത് ഖബറിനെ കുറിച്ചാട്ടോ, അതോടെ ഇരിക്കട്ടെ. അപ്പൊ ഉറുമാമ്പയാണ് നീട്ടി. ആദ്യം എന്താ പറഞ്ഞത്? ഗ്ലോബ് നീട്ടി എന്നാണ്. പിന്നെ ഓൻ തന്നെ പറഞ്ഞത് സ്വപ്നത്തിൽ വന്നിട്ട് കാണിച്ചു കൊടുത്തുന്നാ. ഇവൻ പറഞ്ഞത് റൗളന്റെ ഉള്ളിൽ നിന്ന്, ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഉറുമാമ്പയാണ് നീട്ടി. ആ ഉറുമാമ്പയം കൈക്ക പിടിച്ച് ഇങ്ങനെ നടക്കണ ഖാജ. നമ്മൾ ഗൂഗിൾ മാപ്പ് എന്നൊക്കെ ഇന്ന് പറഞ്ഞ മാതിരി റുമാൻ മാപ്പ് അന്നുണ്ടായിരുന്നു ഈ സംവിധാനം. ഇനി ഇവർ കുറച്ച് കഴിഞ്ഞാൽ പറയും ഗൂഗിൾ മാപ്പ് കണ്ടുപിടിച്ചൊക്കെ ഞങ്ങളാണ്, ഞങ്ങളെ ഉരിയാക്കളാണ്, ഖാജ മൊയ്നുദ്ദീൻ എന്നൊക്കെ പറയും. ഒക്കെ കേൾക്കേണ്ടി വരും നമ്മൾ. അങ്ങനെ ഈ റുമാൻ മാപ്പ് ഇങ്ങനെ മുപ്പര് കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ നടക്കണ അജീമർ ഖാജ അങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ അങ്ങനെ അതിലിങ്ങനെ തെളിഞ്ഞ് കാണും. 100 മീറ്റർ പോയിട്ട് ഇടത്തോട്ട് തിരിയുക, 150 മീറ്റർ പോയി വലത്തോട്ട് തിരിയുക. അങ്ങനെ പോയിട്ടാണ് അജ്മീറിൽ എത്തിയെന്നാണ് ഇവന്റെ കണ്ടുപിടുത്തം. ഇനി അടുത്ത മൂത്ത ഖുറാഫി, മൂത്ത ഇടത്തേരം പിരാന്തം, ഓൻ പറഞ്ഞത് വേറെ കോലത്തിലാണ്. കേട്ടോളി. വൈകുന്നേരം ഒരു കാരക്കയുടെ കഷ്ണം കൊണ്ട് നോമ്പുറക്കുക, സുബഹയ്ക്ക് മുമ്പ് ഒരു ഉറ്റി വെള്ളം കുടിച്ചിട്ട് നോമ്പ് വെക്കുക. അങ്ങനെ 20 കൊല്ലം നോമ്പോറ്റു ഹസൻ എന്ന കുട്ടി. ആര് നോമ്പൊൽപ്പിച്ച്? ഉസ്താദ് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു. ഏത് കുട്ടിയെ? ഹസൻ എന്ന കുട്ടിയെ. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉസ്താദും ശിഷ്യനും കൂടി റൗള സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ വഫാത്തായി കിടക്കുന്ന ഹബീബായ റസൂലുള്ളാഹിയുടെ റൗളയിൽ നിന്ന് വിളിയാളമുണ്ടായി, നിന്റെ ശിഷ്യന് പൂർത്തിയായിട്ടുണ്ട്, ഈ ശിഷ്യനെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു, അവിടെയാണ് ആള് വേണ്ടത്. ആ ശിഷ്യനെ വേഗം ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു. ആ ശിഷ്യനാണ് അജ്മീറിൽ കിടക്കുന്ന ഖാജ. എങ്ങനെയുണ്ട് ഇവന്റെ വക പൊട്ടിക്കല്? ഇതില് റസൂലുള്ളയും ഖാജ മൊയ്നുദ്ദീനും തമ്മിൽ ഇടപാടില്ല. ഡീല് ഖാജ മൊയ്നുദ്ദീന്റെ ഉസ്താദായ ഉസ്മാനുൽ ഹാറൂനും റസൂലും തമ്മിലാണ്. ഉസ്മാനുൽ ഹാറൂനി കുറെ കാലം ഇങ്ങനെ റിയാദിലൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ശിഷ്യനെ ഇങ്ങനെ പരുവപ്പെടുത്തി എടുത്തിങ്ങനെ ഏകദേശം മൂത്ത് പഴുക്കാനായ സമയത്ത് റസൂലുള്ളാണ്ട് വിളിപ്പിച്ചു എന്നാണ്. എന്നിട്ട് ഉസ്മാനുൽ ഹാറൂനിയോട് പറഞ്ഞു റസൂലുള്ള, എന്ത് എൻ്റെ ശിഷ്യനെ അങ്ങോട്ട് ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചോ, അപ്പൊ ഏതായാലും പാകമായിട്ടുണ്ട്, ആണ്ട് വിടാൻ പാകമായിട്ടുണ്ട്, സമയമായിട്ടുണ്ട്, ആണ്ട് വിട്ടോന്ന്. ഇത് ഖാജ മൊയ്നുദ്ദീനോട് യാതൊരു ഇടപാടും തീരില്ല കേട്ടോ. ഇത് ഓരോരുത്തന്മാർ അങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, ശൈത്താൻ ഓരോരുത്തരെ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള ശൈത്താന്മാർ ഓരോരുത്തർക്ക് വരുമല്ലോ. ഇവൻ്റെ അടുത്ത് മൂത്ത ശൈത്താനെ സാധാരണ വരില്ലെന്നാണ് തോന്നണത്. ചെറിയ ഖുറാഫിൻ്റെ അടുത്ത് ചെറിയ ശൈത്താന്മാർ വരുമായിരിക്കും. അങ്ങനെ ഓരോരുത്തന്മാരെ കാറ്റഗറിനനുസരിച്ച് ഇങ്ങനെ ഓരോ ശൈത്താന്മാർ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി വേറെ മർക്കസിൽ നിന്ന് ഇറങ്ങണ വേറെ ഒരുത്തുണ്ട്, നമ്മളെ അക്കീമിൻ്റെ അളിയനാൻ തോന്നുന്നുണ്ട്, യഥാ ചങ്ങേൻ്റെ പേര് കൗസർ സക്കാഫി. ഓൻ പറഞ്ഞത് വേറെ കോലത്തിലാണ്. കേട്ടോളി. ആ ഖാജ തങ്ങളെ തലയിൽ ഊതിയിട്ട് ഇന്ത്യയെ പറഞ്ഞയച്ചതാരാണ്? ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. എങ്ങനെയുണ്ട് ഇവന്റെ കഥയിൽ? റസൂലുള്ളാഹില്ല, ഖാജ മൊയ്നുദ്ദീന്റെ ഉസ്താദായ ഉസ്മാനുൽ ഹാറൂനി ഇല്ല, ഇതിൽ ജീലാനി കടന്നു വന്നു. ഖാജ മൊയ്നുദ്ദീന്റെ തലയിൽ ഊതിയിട്ട് ഇന്ത്യയിലേക്ക് പറഞ്ഞത് ജീലാനിയാണത്രേ. എവിടുന്നാണ് ഇപ്പൊ ജീലാനി കയറി വന്നത്? ഞാൻ ഈ ഖാജ മൊയ്നുദ്ദീന്റെ ചരിത്രം പഠിക്കാൻ വേണ്ടി 100 കണക്കിന് പ്രഭാഷണം കേട്ടിട്ടുണ്ട്. എല്ലിലും പറഞ്ഞ റസൂലുള്ള പറഞ്ഞയച്ചു എന്നാണ്. അത് ഉറക്കത്തിലാണെന്ന് പറയേണ്ടത് ചില ആൾക്കാർ, ഉണർവിലാന്ന് പറയുന്നുണ്ട്, ഗ്ലോബ് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്, ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്, പറഞ്ഞു എന്ന് പറയുന്നുണ്ട്, അശരീരം വഴങ്ങി എന്ന് പറയുന്നുണ്ട്. എല്ലാ കോലത്തിലും വൈരുദ്ധ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഒക്കെ റസൂലുള്ള പറഞ്ഞയച്ചു എന്നാ. ഇവരെന്താ പറഞ്ഞു? ജീലാനിയാ പറഞ്ഞയച്ചത്. ഇതാണോ ഖുറാഫിയുടെ സാധനം? ഓരോരുത്തന്മാരെ മണ്ടിയിൽ തെളിഞ്ഞു വരുന്നത് ശൈത്താന്മാർ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പൊലമ്പന്നെ എന്ത് പറഞ്ഞാലും മുണുങ്ങാൻ കൗമുണ്ടല്ലോ മുമ്പിൽ, അത് മതിയല്ലോ. കൗമ് ചിന്തിക്കൂല്ലോ, ചിന്തിച്ചാൽ ഖുറാഫി ആവൂല്ലോ. ഏതായാലും ആര് പറഞ്ഞാലും എങ്ങനെ തപ്പിത്തടഞ്ഞു വന്നാലും ഖാജ മൊയ്നുദ്ദീൻ ഇന്ത്യയിലെത്തി, അജ്മീറിലെത്തിയ ശേഷം പിന്നെ കറാമത്തിന്റെ മാലപ്പടക്കമാണ് സഹോദരങ്ങളെ. മൂപ്പര് അജ്മീറിൽ ചെന്നു. അന്ന് പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന ഒരു രാജാവാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്ന് നോക്കുമ്പോ ഇയാൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അവിടുന്ന് കിട്ടില്ല. വെള്ളം പോലും നിഷേധിച്ചു എന്നാണ്. രാജസ്ഥാനിലുള്ള അനാസാഗർ തടാകത്തിൽ നിന്നും ഒതുവെടുക്കാൻ വേണ്ടി ഖാജ മൊയ്നുദ്ദീൻ വെള്ളം മുക്കി. അതിന്റെ പേരിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി. ആ വെള്ളം നിഷേധിച്ചു, ബഹിഷ്കരിക്കപ്പെട്ടു.
ഖാജാ മൊയ്നുദ്ദീന് അനാസാഗർ തടാകത്തിൽ നിന്നും വെള്ളം നിഷേധിക്കപ്പെട്ടു, ബഹിഷ്കരിക്കപ്പെട്ടു. അപ്പൊ ഖാജാ മൊയ്നുദ്ദീൻ കാണിച്ചൊരു കറാമത്തുണ്ട്, കേട്ടോളി. സുബഹി സമയത്ത് ബഹുമാനപ്പെട്ട ഹാജാതങ്ങളും ശിഷ്യന്മാരും വെള്ളമെടുത്തു, ഒതുവെടുത്തു. വിവരം പറഞ്ഞു, രാജാവ് ആളെ വിട്ടു. അവിടെ നിൽക്കാൻ പാടില്ല, വെള്ളം എടുക്കാൻ പാടില്ല, കുളത്തിൽ നിന്ന് വെള്ളം എടുത്ത് ഒതുവെടുത്തു പോകാൻ പാടില്ല. ഇത് കേട്ടപ്പോ ഹാജാതങ്ങൾ ആ കുളത്തിൽ നിന്ന് ഒരൽപ്പം വെള്ളം, ഒരു തൊട്ടിയിൽ ഒരൽപ്പം വെള്ളം കോരി. സുബ്ഹാനല്ലാഹ്. അതോടുകൂടെ ആ ഇന്ന് നാം കാണുന്ന അനാസാഗർ തടാകത്തിലെ വെള്ളം വറ്റി വരണ്ടു എന്ന് മാത്രമല്ല, അജ്മീരിലെ സർവ്വ കിണറിലെയും വെള്ളം വറ്റി വരണ്ടു എന്ന് മാത്രമല്ല, അന്ന് ഗർഭിണികളായിരുന്ന ഉമ്മമാരുടെ മുലപ്പാലിലെ പാല് പോലും വറ്റി വരണ്ടു. സംഭവം രാജാവ് പറഞ്ഞു, ഉടൻ തന്നെ വിഷയം ഇടപെടണം. വിഷയത്തിൽ ഇടപെട്ടു. ബഹുമാനപ്പെട്ട ഹാജാതങ്ങളോട് പല രൂപത്തിലും അവർ ഒഴിഞ്ഞു മാറാൻ അവർ ആവശ്യപ്പെട്ടു. ഹാജാതങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല, ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടാക്കുന്നില്ല. എന്താ കറാമത്ത്? അപ്പൊ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി ആ അനാസാഗർ തടാകത്തിൽ നിന്നും വെള്ളം മുക്കിയപ്പോ രാജാവിന്റെ കിങ്കരന്മാർ വന്ന് തടഞ്ഞു. വെള്ളം മുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, രാജാവിന്റെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് ദേഷ്യം പിടിച്ചിട്ട്, വിശ്വാമിത്ര മഹർഷിക്ക് ദേഷ്യം പിടിച്ചവാരി ആ ഒരു കയ്യിലുള്ള കിണ്ടി കൊണ്ട്, ഒരു പാത്രം കൊണ്ട്, കോപ്പ കൊണ്ട് അനാസാഗർ വെള്ളത്തിൽ നിന്നും ഒറ്റമുക്കലാണ്. അതോടുകൂടി അനാസാഗർ തടാകം വറ്റി വരണ്ടു. കഴിഞ്ഞില്ല. ആ നാട്ടിലുള്ള സകല പുഴകളിലെയും കടലിലെയും തടാകത്തിലെയും കായലിലെയും കിണറിലെയും വെള്ളം മുഴുവൻ വറ്റി വരണ്ടു. അവിടെ നിന്നില്ല. അവിടെയുള്ള സ്ത്രീകളുടെ മുലയിലെ മുലപ്പാല് പോലും വറ്റി വരണ്ടു. എന്തൊരു ക്രൂരതയുടെ! വെള്ളം നിഷേധിച്ച രാജാവായ പൃഥ്വിരാജിന്റെ മൂത്രം പറ്റിയെന്ന് പറഞ്ഞാൽ കേൾക്കാനൊരു ചേലുണ്ടായിരുന്നു, ഒരു ലോജിക്ക് ഉണ്ടായിരുന്നു, ഒരു ന്യായം ഉണ്ടായിരുന്നു ഇതിൽ. ഇത് പിഞ്ചുമക്കള് കുടിക്കുന്ന ആ മുലയിലെ മുലപ്പാല് വരെ വറ്റി വരണ്ടോ. അതിൽ സ്ത്രീകളെ മെൻസസ് പറ്റിയെന്ന് പറഞ്ഞില്ല, അത് ഭാഗ്യം. എടോ, ഇസ്ലാമിലൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ പോലും അവിടുത്തെ നിയമം എന്താണെന്നറിയോ? കുടിവെള്ളത്തിന്റെ തടാകങ്ങള് നശിപ്പിക്കപ്പെടരുത്, കുടിവെള്ളം നിഷേധിക്കപ്പെടരുത്. ഇതൊക്കെ ഇസ്ലാമിലെ യുദ്ധത്തിന്റെ സമയത്ത് പോലുള്ള അടിസ്ഥാന നിയമങ്ങളാണ്. ബൽക്കെന്ത് ഇസ്ലാം, ബൽക്കെന്ത് നിയമങ്ങള്? അങ്ങോട്ട് തള്ളിവിടുന്ന അങ്ങനെ എല്ലാ തടാകത്തിലെയും ഒരു തുള്ളി വെള്ളമില്ലാതെ വറ്റി വരണ്ടു. എന്നിട്ട് രാജാവ് ചർച്ചക്ക് പോയപ്പോ ഇയാൾ പറയണേ, ഖാജാ മൊയ്നുദ്ദീൻ, ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞങ്ങൾ ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല. ഇത് പിന്നെ പ്രയാസം ബുദ്ധിമുട്ടൊന്നല്ലേ? ഇത് നല്ല രസമുള്ള ഏർപ്പാടാണല്ലോ. കുടിവെള്ളം പറ്റുക, കിണറിലെ വെള്ളം പറ്റുക, തടാകത്തിലെ വെള്ളം പറ്റുക, മുലപ്പാല് വരെ പറ്റുക. ഹായ് എന്ത് രസം, എന്ത് രസം നിറഞ്ഞ പെണ്ണുങ്ങളും ആൾക്കാരൊക്കെ ചാടി കളിച്ചിട്ടുണ്ടാവുമല്ലോ അമുക്കുകള്. അപ്പൊ സഹോദരങ്ങളെ, ഇതൊക്കെയാണ് ഇവന്മാരെ കറാമത്തിന്റെ ഒരു കോലം. ഇതാണ് നമ്മൾ പറയാൻ കാരണം. ഇവർ ഔലിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഔലിയാക്കളല്ല. ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നും ഇവർക്ക് ബാധകല്ല. നിസ്കാരം ബാധകല്ല, നോമ്പ് ബാധകല്ല, ഹജ്ജ് ബാധകല്ല, സക്കാത്ത് ബാധകല്ല. ക്രൂരതും തമ്മാടിത്തും തോന്നിയ ദിവസം മാത്രമേ ചെയ്യുള്ളൂ. എന്നിട്ടോ ഞങ്ങൾ ഔലിയാക്കള് കരുണയുടെ കാണാക്കടലാണ്, മറ്റേതാണ് മറിച്ചതാണ് അങ്ങനെ അലമുറടും ചെയ്യും. ഏതായാലും ഇതാണ് ഖാജാ മൊയ്നുദ്ദീന്റെ പ്രഥമ കറാമത്തിലൊന്ന്. അങ്ങനെ ഖാജാ മൊയ്നുദ്ദീൻ പിന്നെ അവിടെ അങ്ങനെ അജ്മീറിൽ അങ്ങനെ തമ്പടിച്ച് ജീവിച്ച് പിന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരൊക്കെ ഇസ്ലാമിലേക്ക് വന്നു എന്നാണ് ഇവർ പറയണത്. എന്ത് കണ്ടിട്ടാണാവോ, ആരെ കണ്ടിട്ടാണാവോ ഇസ്ലാമിലേക്ക് വന്നത്? ഈ വക കാട്ടിക്കൂട്ടിൽ കണ്ടിട്ടോ. ഏതായാലും ഈ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി എല്ലാ ഔലിയാക്കളുമാരല്ല, എല്ലാ തമ്മാടിയാളെയും മൂപ്പിൽ സ്വീകരിക്കുന്നതാണ് നമ്മളെ പകരമൊല്ലന്റെ കണ്ടെത്തല്. കേട്ടോളി. ഹാജാതങ്ങളുടെ മാസമല്ലേ, ആര് ചെന്നാലും സ്വീകരിക്കുന്ന ഒരു കൈയാണ് ആ കൈ. തഖ്വക്ക് വേണ്ടി ചെന്നോ ആ തഖ്വ നൽകും, കുഞ്ഞന് വേണ്ടി ചെന്നോ കുഞ്ഞനെ നൽകും. എനിക്ക് കുറേ അനുഭവങ്ങൾ പറയാനുണ്ട്, ഞാൻ ഇസാസിൽ പറയുന്നില്ല. സാമ്പത്തികമായ ഞെരുക്കത്തിന് ചെന്നോ അത് തരും, തഖ്വക്ക് വേണോ അത് തരും, ത്വരീക്ക് വേണോ അത് തരും. കള്ളത്തരത്തിലായിട്ട് നടന്ന ആളുകൾക്ക് അവരെ തള്ളി മാറ്റുക, അങ്ങനെയില്ല. അവർക്ക് ആ നിയമമൊന്നുമില്ല. അവർ ആഖിറത്തിലാണുള്ളത്. അവർക്ക് ഇസ്ലാമിന്റെ നിയമം ബാധകമല്ല. അവർ ആരെയും സ്വീകരിക്കുന്നൊരു പ്രകൃതിയുള്ള കമാലിന്റെ ഔലിയാക്കൾ, ജമാലിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. ചിലർ അങ്ങനത്തെവരെ സ്വീകരിക്കാത്തവരുമുണ്ട് ഔലിയാക്കളിൽ. അവർ ജലാലിന്റെ ഔലിയാക്കൾ എന്നാണ് അവർക്ക് പേര് പറയുക. ഖാജാ തങ്ങളുടെ ഹദറത്തിൽ ആരും വരും. ഖാജാ തങ്ങളെ ഹദറത്തിൽ ആര് എന്ത് ആവശ്യത്തിന് വന്നാലും ഭാര്യ കോരിക്കൊടുക്കും. തക്കുവക്ക് വേണ്ടി വന്നോന്നാ തക്കുവ കൊടുക്കും, ഈമാൻ കിട്ടാൻ വേണ്ടി വന്നോ ഈമാൻ കൊടുക്കും, ഹിദായത്ത് കിട്ടാൻ വേണ്ടി ആരും വന്നാൽ ഹിദായത്ത് കൊടുക്കും, സ്വർഗം കിട്ടാൻ വേണ്ടി വന്നാൽ സ്വർഗം കൊടുക്കും. എല്ലാവർക്കും ഇങ്ങനെ ഭാര്യക്കോരി കൊടുക്കും മൂപ്പര്. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുക, എനിക്കെന്താ വേണ്ടി എനിക്ക് കുറച്ച് തക്കുവ, അരക്കിലോ തക്കുവ അവിടെ കൊടുക്കുക. മറ്റേ ആൾക്കെന്താ വേണ്ടി എനിക്ക് കുറച്ച് ഹിദായത്ത് എന്നാ 1 കിലോ ഹിദായത്ത് അവിടെ കൊടുക്കുക. എനിക്കെന്താ വേണ്ടി എനിക്ക് കുറച്ച് ഈമാൻ എന്നാ 3/4 കിലോ ഈമാൻ ഇവിടെ കൊടുക്കുക. അങ്ങനെ എല്ലാവർക്കും ഭാര്യക്കോരി കൊടുക്കും മൂപ്പര്.
എടോ ഹംക്ക് തെക്കുവക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞാൽ അതല്ല ഇസ്ലാമിലൊരു നിയമം. തെക്കുവ കൊടുക്കാൻ ആരാടോ? അത് അള്ള കൊടുക്കണ്ടല്ലേ? ഇയാളാ തെക്കുവ കൊടുക്കല്? ഇനി ഇയാളെ തെക്കുവ എന്താ? ഖാജാ മൊയ്നുദ്ദീന്റെ വരുന്നുണ്ട് ഇൻഷാ അല്ലാ. നിങ്ങളെ പറഞ്ഞ ക്ലിപ്പനിട്ട് കാണും മുമ്പ് തെക്കുവന്റെ കോലം കാണിച്ചരാ. മാത്രമല്ല ഏത് കള്ളന്മാരെയും തമ്മാടികളെയും മുപ്പര് സ്വീകരിക്കും. കാരണം മുപ്പര് ഇസ്ലാമൊന്നും ബാധകല്ല. അത് എന്താ പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ പറഞ്ഞെന്നുള്ളത്. ഇസ്ലാമൊന്നും നിങ്ങൾ ഔലിയാക്കൊക്കെ ബാധകല്ല എന്ന് നമുക്കറിയാം. അവനെ തൊള്ളി കൂടി തന്നെ ചാടി. അങ്ങനെ ഏത് തമ്മാടിനെ വന്നു കഴിഞ്ഞാലും മുപ്പര് രണ്ട് കൈയൊന്നും സ്വീകരിക്കും. ചില ഔലിയാക്കളുണ്ട്, ആ ഔലിയാക്കൾ ഇങ്ങനത്തെ ആൾക്കാരൊന്നും സ്വീകരിക്കൂല. എന്നാൽ അത് ജലാലിന്റെ ഔലിയാക്കളാണ്. ഇതൊരു ബലാലിന്റെ ഔലിയ, ഇതെല്ലാരും സ്വീകരിക്കും. സഹോദരങ്ങളെ, ഇബ്നു അലമുറ വെറുതെ അല്ല. ഈ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി ഇസ്ലാമിലെ വലിയ ഔലിയ എന്നുള്ള ഇവർ പറയണത്. എന്നാൽ അവിടെ എല്ലാ മതവിഭാഗങ്ങളെയും ആരാധന അവിടെ നടക്കുന്നുണ്ട്. ഖാജാ മൊയ്നുദ്ദീന്റെ സവിധത്തിൽ ആ സന്നിധാനത്തിൽ വന്നിട്ട് എല്ലാ മതക്കാരും അവരുടെ ആരാധനകൾ നടത്തുന്നുണ്ട്. എല്ലാ മതക്കാരും ആവശ്യങ്ങൾക്ക് വരുന്നുണ്ട്, ആവശ്യം നിറവേറ്റി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പറച്ചിലുണ്ടത്. അതിലിപ്പോ പലർക്കും പല കാര്യങ്ങളും പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ പലരും ജാതി മതം നോക്കൂല. പക്ഷെ ആരാധനയുടെ ഭാഗമായ പല കാര്യങ്ങളും ഖാജാ മൊയ്നുദ്ദീന്റെ സവിധത്തിൽ ഇവിടുത്തെ അമുസ്ലിങ്ങളും മറ്റുള്ള മതക്കാരും എല്ലാവരും അത്തരം കാര്യങ്ങൾക്ക് പോകുന്നുണ്ട് എന്ന് ഈ സൂഫികളുടെ നേതാക്കന്മാരെന്നെ പറയട്ടെ, കേട്ടോളി. സൂഫി വർത്തമാനങ്ങളുടെ ഈ ഒരു സീരീസ് ഇവിടെ തുടരുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സൂഫി ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ വഴിയിൽ ഏതാണ്ട് 20ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ഒരു സൂഫി എഴുത്തുകാരനും അതുപോലെ തന്നെ ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ അഗാധമായ തലങ്ങൾ വളരെ സിമ്പിളായി, ലളിതമായി, സുന്ദരമായി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സൂഫി പ്രഭാഷകനും മൗലാന ജലാലുദ്ദീൻ റൂമിയുടെ മൗലവിയ ട്രഡീഷനിലുള്ള ഒരു സൂഫി ധ്യാന ഗുരുവുമായിട്ടുള്ള മൗല സിദ്ദീഖ് മുഹമ്മദാണ്. ഇതൊരു വലിയൊരു ആഴപ്പൊരുളിനെയാണ് അതിലൂടെ റൂമി പറഞ്ഞു തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് മനുഷ്യൻ എല്ലാ കാലഘട്ടത്തിലും പല പേരുകളിൽ, രൂപങ്ങളിൽ അതിൻ്റെ പേരിൽ കലഹിച്ചു കൊണ്ടേയിരിക്കുന്നവനാണ്. ആത്യന്തികമായി ഇത് ഒന്നിനെയാണ് തേടുന്നതെന്നും അതേ ഒന്നേ ഉള്ളൂ എന്നും ആ ഒന്നിനെ നിങ്ങൾ പറയുന്നത് അത്രയും പല ഭാഷയിൽ പറയുകയാണെന്നുള്ള ഒരു അറിവ് ആർക്കാണോ ലഭിച്ചത്, ആ ജ്ഞാനപ്പൊരുൾ ലഭിച്ചവനാണ് സൂഫി. അതുകൊണ്ടാണ് പലപ്പോഴും എല്ലാ മതസ്ഥർക്കും ഒരുപോലെ സ്വീകാര്യരാകുന്നത്. ഇപ്പോൾ ഇന്ത്യൻ കോണ്ടിനെൻറ്റിലൊക്കെ നമ്മൾ ഷെയ്ഖ് ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തിയുടെ നേതൃത്വത്തിൽ വന്ന ചിശ്തിയ സൂഫികൾ, അവിടെ ഒരുപാട് ഇപ്പോൾ തന്നെ ഈ പുതിയ പുസ്തകത്തിൽ വരെ പറയുന്നുണ്ട്. ശ്രീ എമ്മിൻ്റെ പുസ്തകത്തിൽ ഹിമാലയൻ ഗുരുക്കന്മാരുടെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഹിമാലയത്തിലെ സന്യാസിമാർ അവരുടെ ശിഷ്യർക്ക് 40 ദിവസത്തെ ചില്ലയിരിക്കാൻ അജ്മീറിൽ പോയിട്ട് ഇരിക്കാൻ പറയായിരുന്നു. അപ്പോൾ അത് തമ്മിലുള്ളൊരു ബന്ധമാണ്. അത് ഇതിനെ എല്ലാ വിഭാഗീയതകൾക്കും അത്തരത്തിലുള്ള അതിരുകൾക്കൊക്കെ അപ്പുറത്ത് ഇതിൻ്റെ പൊരുളറിയുന്ന ആളുകളുണ്ട്. കേട്ടില്ലേ? ഇതാണ് അജ്മീർ, ഇതാണ് ഇവരെ ദർഗകള്. ഇവരെ എല്ലാ ദർഗകളും ജാറങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഇതാണ് സൂഫികള്, ഇതാണ് വഴിവെച്ച സൂഫിസം. ഇത് സൂഫികളെ വലിയ നേതാവാണ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണത്രേ. മൂപ്പര് പറയാണ് എന്ത്, ഇതൊക്കെ സർവമത സത്യവാദമാണ്. പല പേരുകളിലും പല ഇതിലും അറിയപ്പെടുന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും പൊരുൾ ഒന്നാണ്. അതുകൊണ്ടാണ് ഹിമാലയത്തിലെ സന്യാസിമാർ, ഹിന്ദു സന്യാസിമാർ അവരുടെ ശിഷ്യന്മാരെ ചില്ലക്കിരിക്കാൻ ഈ ഭജന ഇരിക്കുന്നമാരുള്ള ഒരു പരിപാടിയാണിത്. ആ ശിഷ്യന്മാരെ അജ്മീറിലേക്ക് പറഞ്ഞേക്കും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് തപസ് ഇരുന്നിട്ടാണ് അതിന്റെ പൂർണ്ണത ഒരു നേടുക. മനസ്സിലായോ? എന്താണോ ഇസ്ലാമിക കേന്ദ്രം, ഇസ്ലാമിക സംസ്കാരത്തിന്റെ കേന്ദ്രം, ഒരു വലിയ കിടക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്ന അവിടെ അജ്മീറിൽ ഹിമാലയത്തിലെ ഹിന്ദു സന്യാസിമാർക്ക് എന്താ കാര്യം? ഇവരെ രണ്ടാളും കൂടി മിക്സ് ചെയ്യണ ആരാധന അത് ഏത് മതവിഭാഗത്തിൻ്റെ ആണ്? ഇസ്ലാമിന്റെ ആരാധനയാണോ ഹിന്ദു മതത്തിന്റെ ആരാധനയാണോ? അതാണ് സർവമത സത്യവാദം. സർവമത സത്യവാദത്തിന്റെ കേന്ദ്രങ്ങളാണ് ഇവിടുത്തെ ദർഗകളും ജാറങ്ങളും. അതിൽ 1-ാം നമ്പർ കേന്ദ്രമാണ് അജ്മീർ. മനസ്സിലായോ? വെറുതെ അല്ല പകരം പറഞ്ഞത്. ഏത് തമ്മാടിനും സ്വീകരിക്കും, ഏത് ആശയക്കാരും സ്വീകരിക്കും, ആരും 2 കൈ നീട്ടി സ്വീകരിക്കും, ആവശ്യമുള്ളവർക്കൊക്കെ എന്തും കൊടുക്കുന്ന അയാൾ പറഞ്ഞു വെറുതെ അല്ല. ഇസ്ലാമിൽ അങ്ങനല്ല. ഇസ്ലാമിലെ ആരാധനകൾക്ക് അതിർവരമ്പുകളുണ്ട്. ഒരു മുസ്ലിമായ ആളുടെ ആരാധനയെ അള്ളാഹു സ്വീകരിക്കൂ. അത് തൗഹീദിൽ അധിഷ്ഠിതമായിരിക്കണം, സുന്നത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അല്ലാതെ ചക്കിൻ ചോറും കൊയ്ച്ചമാരി അവിടുന്ന് കുറച്ച് വാരി ഇവിടുന്ന് കുറച്ച് വാരി മറ്റോടന്ന് കുറച്ച് തോണ്ടി ഇവിടുന്ന് കുറച്ച് വലിച്ചു കൂട്ടി എല്ലാപാടെ മിക്സ് ചെയ്ത് കണ്ട് വെട്ടിമുണങ്ങുന്ന ഒരു ആരാധനയും ഒരു വിശ്വാസവും ഇസ്ലാമിലില്ല. ഇത് നിങ്ങളെ ജാർത്തം ഉണ്ടാവും, നിങ്ങളെ ഖാജാ മൊയ്നുദ്ദീൻ അടക്കമുള്ള ആൾക്കാരെ ജാർത്തം ഉണ്ടാവും. കാരണം അത് ഇസ്ലാമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു തത്വസംഹിതയും മറ്റൊരു മതവുമാണ്. അത് മനസ്സിലാക്കണം. അതിലൊക്കെ ഷിയായിസാണ് കൂടുതൽ. സുഹൃത്തുക്കളെ, ഇങ്ങനൊക്കെ ആയിട്ടും ഖാജാ മൊയ്നുദ്ദീന്റെ പോലീസ് പറഞ്ഞു കേൾക്കണം. റസൂലുള്ളാഹിക്ക് വരെ ഇല്ലാത്ത പോലീസുകളാണ് ഖാജാ മൊയ്നുദ്ദീനുള്ളത്. എന്താ മൂപ്പര ഇബാദത്തിന്റെ കോലം, മൂപ്പര തെക്കുവന്റെ ഊക്ക് കേട്ടോളി.
70 കൊല്ലം അവര് ഇശാ നിസ്കരിച്ച വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ച മഹാന ഉറങ്ങിയിട്ടില്ല. അതല്ലേ ഖാജാ തങ്ങൾ? വെറുതെ വലിയ മക്കാമും വലിയ സ്ഥാനവും അവർക്ക് കിട്ടിയത്. 70 വർഷം. ജീലാനി തങ്ങൾ 40 വർഷം അങ്ങനെ നിസ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഖാജാ തങ്ങൾ അവരെ മുരീദ, അവരെ ശിഷ്യനാണ്. അവർ 70 വർഷമാണ് അങ്ങനെ നിസ്കരിച്ചത്. ഈ 70 വർഷം അവർക്ക് നോമ്പുമാണ്. ഹറാമായ ദിവസം അല്ലാത്ത ദിവസമൊക്കെ അവർക്ക് നോമ്പുമാണ്. അങ്ങനെ ജീവിച്ച മഹാനാണ് ഖാജാ തങ്ങൾ. 70 കൊല്ലം ഇശാ നിസ്കരിച്ച ഒളു കൊണ്ട് സുബിസ്കരിക്കുക. അപ്പോൾ ഉറക്കല്ല കേട്ടോ, ഉറങ്ങാൻ പറ്റൂല, ഫുള്ള് ഇബാദത്ത്. 70 കൊല്ലം പകല് മുഴുവനും നോമ്പ്. ഇത് റസൂലുള്ളാഹിന്റെ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഷെയ്ഖ് ജീലാനി വരെ 40 കൊല്ലം അങ്ങനെ ചെയ്തിട്ടുള്ളത്രേ. എന്നാ ഖാജാ മൊയ്നുദ്ദീനോ 70 കൊല്ലം ഇശാ നിസ്കരിച്ച ഒളു കൊണ്ട് സുബി നിസ്കരിച്ചു, 70 കൊല്ലം പകല് മുഴുവനും നോമ്പ്. എന്നാൽ ഈ ഖാജാ മൊയ്നുദ്ദീനോ 3 മക്കളുണ്ടായെന്നും പറയുന്നുണ്ട്. അതെങ്ങനെയാണോ പരിപാടി? ഖാജാ മൊയ്നുദ്ദീൻ 90 വയസ്സിലെ ജീവിച്ചിട്ടുള്ളത്. 50-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കണത്. 70 കൊല്ലം മുപ്പര് രാത്രി ഇശാ നിസ്കരിച്ച ഒന്നുകൊണ്ട് സുബഹി നിസ്കരിച്ചു, പകല് മുഴുവനും നോമ്പു. പിന്നെ എങ്ങനെയാണോ ഈ കുട്ടി ഉണ്ടായത്? ഏത് സമയത്ത് അതുണ്ടായത്? ഇനി ഇശാ മഗ്‌രിബിന്റെ അടിയിൽ ഇങ്ങനെ ബന്ധപ്പെട്ടു നിങ്ങൾ പറയണ്ട. ആ നേരത്തെ ഇസ്ലാമിൽ ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് അദ്കാറുകളും അദ്ദാദുകളും റാത്തീബുകളും മറ്റതും മറിച്ചും ദസ്ബി ഇങ്ങനെ ഉരുട്ടിയിട്ട് ചെല്ലുന്ന സമയമാണ്. ആ നേരത്തെ നിങ്ങൾ ഏർപ്പാടൊന്നും നടക്കൂല. അപ്പൊ 70 കൊല്ലത്തിന്റെ ഇടയിൽ 3 മക്കൾ ഉണ്ടായത് എങ്ങനെ? അതും പാടൊന്ന് പറഞ്ഞു നിങ്ങള്. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടാതെ മക്കളുണ്ടാകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് IUI എന്ന പരിപാടി ഉണ്ട്. അത് പുരുഷനിൽ നിന്ന് ശേഖരിക്കുന്ന ബീജം ലാബിൽ ശുദ്ധീകരിച്ച് ചലനശേഷിയുള്ള ബീജങ്ങളെ, ശക്തിയുള്ള ബീജങ്ങളെ തെരഞ്ഞെടുത്ത് സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് പ്രവേശിപ്പിച്ച് കുട്ടികൾ ഉണ്ടാക്കുന്ന രീതിയാണ്. അതിവിടെ നടക്കൂല, കാരണം ബീജം പുറത്ത് കിടക്കണ്ടേ. മറ്റൊന്ന് IVF എന്ന പരിപാടി ഉണ്ട്. അത് സ്ത്രീയുടെ അണ്ടവും പുരുഷന്റെ ബീജവും പുറത്തെടുത്ത് ലാബിൽ വെച്ചിട്ട് അനുകൂലമായ സാഹചര്യത്തിൽ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഈ വക പരിപാടിയൊക്കെ നടക്കണമെങ്കിൽ ബീജം പുറത്ത് കിടക്കണം. അതിന് എങ്ങനെ എടുക്കും? അത് എടുക്കാതെ എങ്ങനെ പരിപാടി? ഇത് ഒട്ടുപിലാവ് ബെഡ് ചെയ്തുണ്ടാക്കണ മാതിരി കുട്ടിയൗലിയനെ ബെഡ് ചെയ്തുണ്ടാക്കാൻ പറ്റൂലല്ലോ. ഖാജാ മൊയ്നുദ്ദീന്റെ മേത്തുനിന്ന് കഷ്ണം മുറിച്ചിട്ട് മറ്റൊരുത്ത വണ്ടി ഒട്ടിച്ചേക്കാൻ പറ്റൂലല്ലോ. ഇതിനൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ. എങ്ങനെയത് പരിപാടി? ഇത് ആദ്യം കണക്കൊണ്ട് ശരിയാകുന്നില്ലല്ലോ ഖുറാഫി. പണ്ടൊരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് വന്ന് 6-ാം മാസത്തിൽ പ്രസവിച്ചത്രേ. അപ്പൊ അമ്മായിമ്മക്ക് കണക്കിന് കൂട്ടിയില്ല, ലെവലാണില്ലോ, 9 മാസം ആയിട്ടില്ലല്ലോ. എങ്ങനെയാണ് ഇതിന്റെ കണക്ക് വെച്ചപ്പോൾ പെണ്ണ് പറഞ്ഞു, 3-ാം മാസം മാർച്ചിലല്ലേ നമ്മളെ കല്യാണം കഴിഞ്ഞത്, 4 ഏപ്രിൽ, 5 മെയ്, 6 ജൂൺ, 7 ജൂലൈ, 8 ആഗസ്റ്റ്, 9 സെപ്റ്റംബർ, ഇപ്പൊ മാസം 9 ആയില്ലേന്ന് ചോദിച്ചു. അന്തല്ലാത്ത അമ്മായിമ്മ അങ്ങനെ കേട്ടിക്കാണ് മുണങ്ങിക്കൊടുത്തു. ആ അമ്മായിമാന്റെ നിലവാരമുള്ള അന്തക്കേടുള്ള കൗമാണ് നിങ്ങളെ കൂട്ടത്തിലുള്ള മുഴുവനും. ഇതൊക്കെ മുണങ്ങിക്കോളും. ഈ കഥകളൊക്കെ ഖാജാ മൊയ്നുദ്ദീന്റെ ഈ കഥകളൊക്കെ മുണങ്ങിക്കോളും. അപ്പൊ ഇതൊക്കെ ചോദിച്ചാൽ പറയും, ഓ ഞങ്ങൾ ഔലിയാക്കളാണ്, തെക്കുവന്റെ ഊക്കുള്ള ആൾക്കാരാണ്, ഭാര്യമാരായിട്ടൊന്നും അങ്ങനെ ബന്ധപ്പെടൂല, പിന്നെ എങ്ങനെ കുട്ടിണ്ടായതോടെ നിൽക്കട്ടെ. ഇപ്പൊ ഭാര്യമാരായിട്ടൊന്നും യാതൊരു ബന്ധമില്ല അത്ര ബൽക്ക്. പകല് മുഴുവനും നോമ്പ്, രാത്രി മുഴുവൻ ഉറക്കല്ലാതെ ഇബാദത്ത്. അങ്ങനെ ഇബാദത്ത് ഇസ്ലാമിലുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാരുടെ അടുത്ത് ഊഴമിട്ട് പോകുകയായിരുന്നു. അല്ലാതെ ഭാര്യമാരടുത്തേക്ക് പോകാതെ, അവരെ പരിഗണിക്കാതെ, അവരെ അവഗണിച്ചുകൊണ്ട്, അവരകറ്റി നിർത്തിക്കൊണ്ടുള്ള ഇബാദത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഭാര്യയോട് കുറെ കടമകളില്ലടോ. ഈ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പാത്രം മാതിരി അടുക്കളയിൽ ഉപയോഗം കഴിഞ്ഞിട്ട് പിന്നെ മോരി തുടച്ചിട്ട് ഷോക്കേസിൽ വെക്കാൻ പറ്റിയ സാധനം അത് തന്നെ. അതിന് ബെഡ്റൂമിലും ചില ഉപയോഗങ്ങളില്ലേ? ഭാര്യക്ക് തിന്നാനും ഉടുക്കാനും പാർക്കാനും മാത്രം കൊടുത്താൽ പോരല്ലോ. അവർക്ക് ശാരീരികമായ ചില ആവശ്യങ്ങളില്ലേ, അത് നിറവേറ്റി കൊടുക്കൽ ഭർത്താവിന്റെ കടമല്ലേ? അതൊക്കെ ചെയ്യണ്ടേ? ഓ നിങ്ങൾ ഔലിയാക്കൾ തെക്കുവന്റെ ഊക്കൊണ്ട് ഇങ്ങനെ വരിയടിച്ച കാളന്റെ മാതിരി വികാരം വിചാരമില്ലാതെ നിൽക്കുക വെച്ചിട്ട് ഈ ഭാര്യമാർക്ക് ചില ആവശ്യങ്ങളില്ലേ, അതൊക്കെ നിറവേറ്റി കൊടുക്കൽ ഭർത്താവിന്റെ ചുമതലല്ലേ? അപ്പൊ സഹോദരങ്ങള്, റസൂലുള്ള പഠിപ്പിച്ച ഭാര്യമാരോടുള്ള കടമകളുണ്ടല്ലോ, പല രീതിയിലുള്ള കടമകള്, അതൊന്നും ഇവൾക്ക് ബാധകല്ല. ഇവൾക്ക് ഇസ്ലാമിലെ ഒരു നിയമങ്ങളും ബാധകല്ല. അതിൽപ്പെട്ട ആളാണ് ഖാജാ മൊയ്നുദ്ദീനും എന്നാണ് ഇവന്മാര് പ്രസംഗിച്ച എഴുതിയ ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഇനി കഴിഞ്ഞില്ല, ഇസ്ലാമിൽ എന്താണ് റസൂലുള്ള പഠിപ്പിച്ചത് അതിന് നേരെ എതിരെ ഈ ഖാജയെ പോലുള്ള ആളുകൾ ചെയ്യുള്ളൂ. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. കാരണം എന്താ, നമ്മൾ അള്ളാഹിനോട് 2 കൈ നീട്ടിയിട്ട് അള്ളാഹിനോട് ചോദിക്കലെന്താ, അള്ളാഹുവേ എനിക്ക് നീ അനുഗ്രഹം തരണേ, എനിക്ക് ബറക്കത്ത് തരണേ, എൻ്റെ തൊഴിലില്, എൻ്റെ മക്കളില്, എൻ്റെ സമ്പാദ്യത്തില്, എൻ്റെ എല്ലാ കാര്യങ്ങളും ബറക്കത്ത് തരണേ, എനിക്ക് അഭിവൃദ്ധി തരണേ, സാമ്പത്തികമായും ശാരീരികമായും എല്ലാ രീതിയിലും നീ എനിക്ക് ഉയർച്ച തരണേ എന്നാണ് മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. എന്നാൽ ഖാജ നേരെ തിരിച്ചാ പ്രാർത്ഥിക്കുക. കേട്ടോളി. സുൽത്താനുൽ ഹിന്ദിൽ അജ്മീരി റളിയല്ലാഹു തആല അൻഹു എപ്പോഴും ദുആ ചെയ്തിരുന്നതായി അവരുടെ മുരീദ് ബഖ്തിയാർ അൽ കഅക്കി അദ്ദഹ്ലവി റളിയല്ലാഹു തആല അൻഹു കേൾക്കുമായിരുന്നു. പടച്ചോനെ എനിക്ക് ഈ മുസീബത്ത് കൊണ്ടാ. അപ്പോൾ അവർ ചോദിച്ചു, അല്ല
ഉസ്താദെ, അങ്ങ് എന്തിനാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്, മുസീബത്ത് തരാൻ ദുആ ചെയ്യുന്നത്? അപ്പം പറഞ്ഞു, അല്ലാഹു തആല നമുക്ക് വലിയ നിഅമത്ത് തന്നാൽ അതിന് നമുക്ക് അതർഹിക്കുന്ന വിധത്തിൽ നന്ദി ചെയ്യാൻ കഴിയുമോ എന്നറിയൂല, കഴിയൂല. അതേ സമയത്ത് നമുക്ക് മുസീബത്ത് തന്നാൽ അതിൻ്റെ പേരിൽ നമുക്ക് ക്ഷമിക്കാം. അപ്പോൾ നമ്മുടെ ദോഷം പൊറുക്കാൻ അത് കാരണമാവും. അതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടാൻ ഒന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആവശ്യപ്പെടുന്നത്, മുസീബത്ത് ആവശ്യപ്പെടുന്നത് എന്ന് മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു തആല അൻഹു മുരീദിനോട്, ശിഷ്യനോട് പറഞ്ഞ സംഭവമുണ്ട്. പക്ഷെ നമ്മളത് ചോദിക്കണ്ട, മുസീബത്ത് ചോദിച്ചു വാങ്ങൊന്നും വേണ്ട. അത് ഔലിയാക്കന്മാർ ഓരോ അവസ്ഥയാണ്, അവർ ചോദിച്ചോട്ടെ. എന്താ അജ്മീർ ഖ്വാജന്റെ തെക്കുവന്റെ ഊക്ക്? മൂപ്പര് അള്ളഹാനോട് നന്മൊന്നും ചോദിക്കൂല, മുസീബത്ത് മാത്രമേ ചോദിക്കുള്ളൂ. അത്രേ ഇവന്റെ കണ്ടുപിടുത്തായിരിക്കും ഇതൊക്കെ. എവിടുന്ന് വണ്ടി കയറിയതാണ് ഈ ഹംക്ക് എന്ന് ഞാൻ ചോദിക്കണില്ല. ഈ വക സാധനങ്ങളൊക്കെ കൂടുതലും മർക്കസ് തന്നെ വണ്ടി കയറിയ എല്ലാവർക്കും അറിയാത്. അപ്പോൾ അജ്മീർ ഖ്വാജ മുസീബത്ത് മാത്രമേ ചോദിക്കുള്ളൂ, നന്മൊന്നും ചോദിക്കൂല. കാരണം നന്മ ചോദിച്ചിട്ട് അള്ളാഹു നന്മ കൊടുത്തു കഴിഞ്ഞാൽ നന്ദി കാണിക്കണ്ടേ? അതിന് പേര് നമ്മളെ കൊണ്ട് പറ്റൂല. അള്ളാഹ്ക്ക് നന്ദി കാണിക്കാനുള്ള പരിപാടിനെ വിൽക്കില്ലല്ലോ. അള്ളാഹ്ക്ക് കാണിക്കേണ്ട ഏറ്റവും വലിയ നന്ദി ആരാധനകൾ, ആ ആരാധനകൾ ഏറ്റവും പ്രധാന നിസ്കാരമാണ്. അത് ഒഴിവാക്കുന്ന ആൾക്കാരാണ് പല ഔലിയാക്കളും മുഴുവനും. ഇരിക്കട്ടെ, അപ്പൊ അള്ളാഹിനോട് നന്മ ചോദിച്ചിട്ട് നന്മ തന്നു കഴിഞ്ഞാൽ നന്ദി കാണിക്കണ്ടേ? അതിന് പകരം മുസീബത്ത് ചോദിക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ സെബറും കാണിച്ച് ഇങ്ങനെ ഇരിക്കുക, എങ്ങനെ ഉണ്ടാവും പരിപാടി? ഇവിടെ പരിശുദ്ധ ഇസ്ലാമിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിന് പച്ചയായ ലംഘനല്ലത്, അതിനെതിരല്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ മുസീബത്ത് ചോദിച്ചോളിന്ന്? റസൂലുള്ളാഹി അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? അഹ്ലുസുന്നക്ക് അങ്ങനെ ആദർശം ഉണ്ടോ? അള്ളാഹിനോട് നന്മ മാത്രമാണ് ചോദിക്കേണ്ടത്, നിയമത്താണ് ചോദിക്കേണ്ടത്. മാത്രല്ല മുസീബത്ത് ചോദിക്കാൻ പാടില്ല എന്ന് പച്ചക്ക് പറയുന്ന ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തദൂ അലാ അൻഫുസികും, നിങ്ങൾ സ്വന്തത്തിനെതിരെ ചോദിക്കരുത്. വലാ തദൂ അലാ ഔലാദിക്കും, മക്കൾക്കെതിരെ നിങ്ങൾ ചോദിക്കരുത്. വലാ തദൂ അലാ അംവാലിക്കും, നിങ്ങൾ സമ്പത്തിനെതിരെ നിങ്ങൾ ചോദിക്കരുത്. ലാ തുവാഫിഖൂ മിനല്ലാഹി സാഅതൻ യുസ്അലു ഫീഹാ അതാഅൻ ഫയസ്തജീബ ലക്കും, അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയവും നിങ്ങളുടെ പ്രാർത്ഥനയും ഒത്തുവന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരം ലഭിച്ചേക്കാം. വേറെ ഹദീസിൽ പറയാണ്, ലാ തദൂ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിന് നന്മയല്ലാതെ ഖൈറല്ലാതെ ചോദിക്കരുത്. ഫഇന്നൽ മലായികത യുമിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. ഇതൊക്കെ പച്ചയായിട്ട് നേർക്ക് നേരെ ഹദീസിൽ വന്ന കാര്യമാണ്. നന്മല്ലാതെ നിങ്ങൾ ചോദിക്കരുത്, മുസീബത്ത് ചോദിക്കരുത്. അള്ളാന്റെ മുസീബത്ത് വന്നു കഴിഞ്ഞാൽ താങ്ങാൻ കഴിയോ? പക്ഷെ യുവമാർക്ക് ഇസ്ലാമിക നിയമങ്ങൾ ബാധകമാണോ? ഇസ്ലാം എന്താണോ പഠിപ്പിച്ചത് അതിന് നേരെ എതിരെ ചെയ്യുള്ളൂ. അജ്മീർ ഖ്വാജ മുസീബത്ത് മാത്രമേ ചോദിക്കാറുള്ളൂ. അത്രേ. ഇവിടെ നിങ്ങൾ ഈ സൂഫിയാക്കളും ഔലിയാക്കളും തന്നെ ഏറ്റവും വലിയ മുസീബത്താ. ഇനി പ്രത്യേകിച്ചൊരു മുസീബത്ത് ചോദിക്കേണ്ട കാര്യമില്ല. ഈ മുസീബത്ത് കൊണ്ട് തന്നെ സമുദായം കുടുങ്ങിക്കാണ് ഇപ്പോ. ആ മുസീബത്ത് നിന്ന് സമുദായത്തിന് രക്ഷപ്പെടുത്തുന്ന പണിയപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എങ്ങനെ പച്ചക്ക് പറയാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് നേരെ എതിരാണ് ഞങ്ങൾ ഔലിയാക്കൾ ചെയ്തത് എന്ന്. പച്ചക്ക് സഖാഫി ബിരുദം കെട്ടിയ വലിയ വലിയ ഉലമാക്കൾ എന്ന് പറയുന്ന ആൾക്കാർ പച്ചക്ക് ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് മുണുങ്ങാം കുറച്ച് ആൾക്കാർ മുമ്പിൽ ഇങ്ങനെ തൊള്ളയും പൊളിച്ചിരുന്നു കൊടുക്കുക. എന്താണ് ഈ സമുദായത്തിന്റെ അവസ്ഥ? ഇവന്മാരാണല്ലോ സമുദായത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണോ സമുദായത്തിന് അള്ളാന്റെ സഹായം ഉണ്ടാകുക? എങ്ങനെയാണോ ഈ സമുദായം രക്ഷപ്പെടുക? കഴിഞ്ഞിട്ടില്ല ഖാജാ മൊയ്നുദ്ദീന്റെ തെക്കുവന്റെ ഊക്ക്. മൂപ്പര് ആണും പെണ്ണും കൂടിക്കലതിനൊക്കെ ഭയങ്കര എതിരാണ്. അത്ര മൂപ്പരുടെ അടുത്തേക്ക് ഒരു പെണ്ണ് 10-20 കൊല്ലം കാണാൻ വേണ്ടി അവിടെ അട്ടിപ്പേറ് കിടന്നിട്ടും ആ പെണ്ണിന് അനുവാദം കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. ആര്? പകരയിലമല്ല. ആ കഥ ഒന്ന് കേട്ടു നോക്കി. ഖാജന്റെ തെക്കുവന്റെ കോലം പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഒരാൾ എന്നോട് പറഞ്ഞ അനുഭവം, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ 20 വർഷം ഖാജയുടെ അരികിൽ കൂടിയിട്ട് ഒരു ദിവസം 3 ദിവസമല്ലാതെ ഖാജന്റെ മക്കാമിന്റെ അരികിലേക്ക് വരാൻ ആ പെണ്ണിന് സമ്മതം കിട്ടിയില്ല. കാരണം അവരുടെ പുരുഷന്മാരുണ്ട് എന്നാണ് ഖാജ പറഞ്ഞത്. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആണും പെണ്ണും കലർന്ന ജീവിതമല്ലേ? അത് അവരുടെ ഡോക്ടറെ അടുത്ത് നിൽക്കും പോലെയുള്ള ജീവിതമാണ്. സിയാറത്തിന് വേണ്ടി വരുന്നതല്ല. അവിടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി വരുന്നതാണ്. മെഡിക്കൽ കോളേജിലേക്കും മറ്റു ഹോസ്പിറ്റലിലേക്കും വരുമ്പോൾ ഏത് രോഗിയും സ്വീകരിക്കുന്നത് പോലെയാണ് ഖാജയുടെ മനസ്സും ഖാജയുടെ പ്രവർത്തനവും ഉള്ളത്. എന്നാൽ ആ ഉമ്മ പറയുന്നു, എന്നോട് പറഞ്ഞതാണ്, എന്നോട് 3 പ്രാവശ്യമാണ് എനിക്ക് സമ്മതം തന്നത്. 20 വർഷം ഖാജയുടെ അങ്ങകലെ റൂമിൽ താമസിച്ചിട്ട് 10 വയസ്സിൽ മുകളിലുള്ളവരെ കാണരുത് എന്നോട് നിർബന്ധം പറഞ്ഞിട്ട്, വല്ല പ്രശ്നവും നിനക്ക് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ ആ സഹോദരിയോട്
ഒരിക്കലും ഇങ്ങോട്ട് അടുക്കരുത്, മക്കാമിൻ്റെ അരികിലേക്ക് വരരുത് എന്നും 20 വർഷത്തിൻ്റെ ഇടയിൽ ആള് കുറഞ്ഞ ടൈം നോക്കിയിട്ട് 3 പ്രാവശ്യം മാത്രമേ പോകാൻ ഖാജ സമ്മതം തന്നുള്ളൂ എന്നും പറഞ്ഞെങ്കിൽ ആരൊക്കെയാണ് ഖാജയെ സിയാറത്തിന് പോകുന്നവര്? കയ്യും കാലും കാണിച്ചും അത് കാണിച്ചും ഇത് കാണിച്ചും ടൂറുണ്ടായും പറഞ്ഞുള്ള ആണുങ്ങളുള്ള പെണ്ണുങ്ങളെയും മുഴുവൻ കൂട്ടിയിട്ട് ഇങ്ങനെ ഖാജന്റെ അടുത്ത് പോയാൽ പട്ടണം തീരൂല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആഖിറത്തിൽ സങ്കീർണ പ്രശ്നത്തിലേക്ക് എത്തുന്നതാണ്. അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു കഥ ഉദ്ധരിക്കട്ടെ, ഇതിനോട് ഓരോരുത്തർ ഓരോ സ്ഥലത്ത് നിന്ന് കാണുമ്പോൾ ഇയാളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഈ സാധു അതങ്ങനെ മുണങ്ങിയിട്ട് അടുത്ത സ്റ്റേജിൽ കൊണ്ടുപോയി കൊട്ടും. എന്താ ഒരാൾ പറഞ്ഞത്, അയാളും അയാളെ ഭാര്യയും കൂടി അജ്മീർ ഖാജനെ കാണാൻ വേണ്ടി പോയി, അജ്മീറിൽ പോയി. അങ്ങനെ 20 കൊല്ലം അവിടെ പെറ്റുകിടന്നു എന്നാണ് റൂം എടുത്തിട്ട്. എന്താ 20 കൊല്ലത്തിനിടയിൽ അജ്മീർ ഖാജയുടെ അടുത്തേക്ക് പോകാൻ അനുവാദം കിട്ടിയില്ല. ഖാജ പറഞ്ഞത്ര എന്ത്, ഇവിടെ ആണും പെണ്ണൊക്കെ കൂടിക്കലരുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 20 കൊല്ലത്തിൻ്റെ ഇടയിൽ ആള് വളരെ കുറഞ്ഞ 3 നേരത്താണ് ഈ പെണ്ണിന് അനുവാദം കിട്ടിയത്. 20 കൊല്ലേ. അപ്പൊ ആണും പെണ്ണും കൂടിക്കലര് അത്ര വലിയ പ്രശ്നമാണ് ഖാജക്ക്. എന്നാലോ ഈ പെണ്ണിനോട് മാത്രം എന്തോടോ ഖാജക്ക് ഒരു മുഹബത്ത്, അത് മനസ്സിലായില്ല. ആയിരക്കണക്കിന് പെണ്ണുങ്ങളോ ആണുങ്ങളോടെ കിടന്ന് കണ്ട് കൂത്താട്ടം നടത്തുന്നുണ്ടല്ലോ, കിടന്ന് കുത്തിമറിയുണ്ടല്ലോ. ഓരോടൊന്നും ഇല്ലാത്തൊരു മുഹബത്ത് എന്തോടോ ഖാജക്ക് ഈ പെണ്ണിനോട് മാത്രം. ഖാജന്റെ വല്ല ജാരസന്ധതിയാണോ പെണ്ണ്? മനസ്സിലായില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ് സഹോദരങ്ങളെ, 20 കൊല്ലം ഈ പമ്പർന്നോളം കെട്ടിയനും കൂടി അജ്മീറിൽ വെട്ടിയെടുക്കുക ഖാജന്റെ അനുവാദം കിട്ടാൻ വേണ്ടി. മാത്രമല്ല അതിൻ്റെ അടിയെ ഖാജം എന്ന് പറഞ്ഞത്രേ, എപ്പോഴേലും സൗകര്യം ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളെടുത്ത് വന്ന് കണ്ടോളാം, നിങ്ങളെ റൂമിൽ നിന്ന് കണ്ടോളാം, ആണ്ട് വരണ്ട. അപ്പൊ ഏതെങ്കിലും സ്ത്രീലമ്പടന്മാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഈ പെണ്ണിനോട്, ഞാൻ ഖാജയാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വല്ലാതെ അടുക്കണ്ട, സൗകര്യം പോലെ ഞാൻ റൂമിൽ വന്ന് കണ്ടുകൊണ്ട് എന്നിട്ട് ബർക്കത്തും ഔഷധമൊക്കെ ഭാര്യയ്ക്ക് ഒരു തരണ്ടേന്ന് പറഞ്ഞ് മുതലെടുത്തിട്ടുണ്ടാവും. അതാണ് ഈ ചങ്ങായി വലിയ കഥയായിട്ട് പറയണത്. അപ്പൊ ഖാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും കൂടിക്കലരാൻ വരെ സമ്മതിക്കാത്ത ആളാണ്. അങ്ങനെ ഒരു പെണ്ണിനെ തടഞ്ഞു. അത്രത്തോളം തെക്കുവയുള്ള ആളാണ് ഞങ്ങളുടെ അജ്മീർ ഖാജ എന്നാണ് ഉമ്മാര് തട്ടിവിടുന്നത്. എന്നാലോ പച്ചയായിട്ട് ഹറാമിന് കൂട്ടുന്ന ആള് ഖാജ. കേട്ടോളി. അവിടെ അജ്മീറിന്റെ ഭാഗത്ത് ജോലി ചെയ്തിരുന്നൊരു പോലീസ്, അദ്ദേഹം അമുസ്ലിമാണ്, കേരളക്കാരനാണ്. അദ്ദേഹത്തെ പറ്റി വിവരമുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ആ പോലീസ് അജ്മീറിന്റെ ആ ഭാഗത്താണ് ജോലി ചെയ്യുന്നത്, പക്ഷെ വീട് ഇവിടെ കേരളത്താണ്. ഉപ്പ ഫോൺ ചെയ്ത് പറഞ്ഞു, മോനെ നമ്മളെ വീട്ടില് പെങ്ങളെ കല്യാണം ഉണ്ട്, ആ കല്യാണത്തിന് നീ വേണ്ടതൊക്കെ സഹായിക്കണം. അപ്പൊ ഈ പോലീസിന്റെ കയ്യിൽ ഇദ്ദേഹം അജ്മീറിൽ ജോലി ചെയ്യുകയാണെങ്കിലും പോലീസിൽ ജോലി ചെയ്യുകയാണെങ്കിലും പറഞ്ഞ സംഖ്യ ഒന്നും കൊടുക്കാൻ ഒന്നുമില്ല. ഭയങ്കര വിഷമത്തിലായി. അത് അജ്മീർ ഷെയ്ഖിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഈ സങ്കടം പറഞ്ഞു. ആള് മുസ്ലിമാണ്, കരഞ്ഞു പറഞ്ഞു. ഏതോ ഒരാൾ മക്കാമെന്ന് 50 പൈസ എടുത്തു, അജ്മീർ ഷെയ്ഖ് കൊടുക്കാൻ തോന്നിപ്പിക്കണതാ. അതെടുത്തിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ തോന്നി അവിടെ ഒരു ഭാഗ്യക്കുറി ഒന്ന് എടുത്തവർക്കല്ലോ തോന്നി. അങ്ങനെ ഭാഗ്യക്കുറി എടുത്തു ആ 50 പൈസക്ക്. അതിലെന്നെ എന്ത് കിട്ടി? അദ്ദേഹത്തിന് ആ ഭാഗ്യക്കുറി അടിച്ചു. ആ പൈസയും കൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് സന്തോഷമായി വീട്ടിലേക്ക് വരിക. കണ്ടോ, ഇതാണ് അജ്മീർ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പണി. അപ്പൊ ഇതാണ് അജ്മീർ ഖാജന്റെ ഒരു ഏർപ്പാട്. എന്ത്? ഹറാമ് ചെയ്യിക്കുക. ഒരു അമുസ്ലിമായ പോലീസുകാരൻ, അജ്മീറിൽ ജോലി ചെയ്തിരുന്ന പോലീസുകാരൻ ഇവിടെ പെങ്ങളെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന നാട്ടില്. അപ്പൊ അച്ഛൻ വിളിച്ചിട്ട് പറയാണ്, പെങ്ങളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, ഏതായാലും കൈക്കൂലിയൊന്നും വാങ്ങാത്ത പോലീസുകാരനല്ലേ, എന്താ ചെയ്യാ, പെങ്ങളെ കല്യാണം നടത്തണ്ടേ എന്ന് പറഞ്ഞപ്പോ ഇച്ചങ്ങായി അജ്മീർ ഖാജന്റെ അടുത്ത് വന്ന് കുമ്പിട്ട് വീണിട്ട് സങ്കടം പറഞ്ഞു, അജ്മീർ ഖാജ ഞാൻ ഇന്നുവരെ കൈക്കൂലി വാങ്ങാത്ത ആളാണ്, പൈസ ഇല്ല, പെങ്ങളെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞപ്പോ ഏതോ ഒരു ചങ്ങായി 50 പൈസ കൊടുന്നെടുത്തു. അത് അജ്മീർ ഖാജ തോന്നിച്ചതാണ് കൊടുക്കാന്. എന്നിട്ട് ആ പൈസ ആയിട്ട് മുമ്പിൽ പോയി ലോട്ടറി എടുത്തു, അതിന് 1ാം സമ്മാനം അടിച്ചു. പച്ചക്ക് ഹറാമിന് സഹായിക്കുക. ഇവിടെ ഒന്ന് അജ്മീർ ഖാജക്ക് ആ 50 പൈസ കൊടുത്ത ആളോട് ഒരു 5000 50,000 കൊടുക്കാൻ പറഞ്ഞുകൂടായിരുന്നോ? ഒന്ന് ലോട്ടറി എടുപ്പിക്കാൻ നിൽക്കണ. തെക്ക് ഒന്നായിട്ട് ഇങ്ങനെ തലച്ചോറും പൊട്ടി ചുണ്ടുമ്പ് കൂടി ഒളിച്ചിറങ്ങുന്ന ആളാണല്ലോ അജ്മീർ ഖാജ. ഈ പച്ചയായ ഹറാമിന് കൂട്ടിക്കാൻ പാടുണ്ടോ? ഇനി ഇപ്പൊ ഒരു ഖുറാഫി അജ്മീർ ഖാജന്റെ ജാരത്തമ്മ കൗന്നിരുന്നിട്ട് പറയാണ്, അജ്മീർ ഖാജ നാട്ടിൽ പെണ്ണ് കിട്ടാനൊക്കെ വലിയ പണിയാണ്, 10-33 വയസ്സായി, എനിക്ക് കല്യാണം നോക്കി തുടങ്ങിയിട്ട് 5-8 കൊല്ലായി, ഇതുവരെ ഒരു പെണ്ണിനും കിട്ടിയിട്ടില്ല, ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ അജ്മീർ ഖാജ തൊട്ടടുത്തുള്ള വേശ്യാലയത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു എന്ന് പറയുമാര്. ഹറാമല്ലടോ ഇതൊക്കെ. ഹറാമിന് സഹായിക്കല ഞങ്ങളെ കറാമത്ത്. ഏത് അജ്മീർ ഖാജ? ഓ, തെക്കുവന്റെ ഊക്കോണ്ട് ഇങ്ങനെ ആണും പെണ്ണും കൂടിക്കലരാതിരിക്കാൻ വേണ്ടി 20 കൊല്ലം അവിടെ പെറ്റുകിടന്ന പെണ്ണിന് ജാരത്തിലേക്ക് വരാൻ അനുവാദം കൊടുക്കാത്ത അജ്മീർ ഖാജ പച്ചയായ ഹറാമിന് കൂട്ടു നിൽക്കുന്നു. ഇനി ഇത് പറയുമ്പോ ഖുറാഫി പറയും, എടോ ഇസ്ലാമിലെ നിയമമൊക്കെ നിങ്ങൾക്കല്ല ബാധകം, നിങ്ങളെ സലഫിയക്കല്ലേ ബാധകം, വഹാബികൾക്കല്ല ബാധകം, ഞങ്ങളെ ഔലിയാക്കൾക്ക് ഇസ്ലാമിലെ നിയമം വല്ല ബാധകമുണ്ടോ?
സാധാരണക്കാര ഹറാമ് ഞങ്ങൾ ഔലിയാക്കൾക്ക് ഹലാലായിരിക്കും, സാധാരണക്കാർക്ക് ഹലാലായ കാര്യം ഞങ്ങൾ ഔലിയാക്കൾക്ക് ഹറാമായിരിക്കും. അപ്പൊ അതിനൊക്കെ ഒരുപാട് മാനകളുണ്ട്. ലോട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്കല്ല ഹറാമ്, ഞങ്ങൾ ഔലിയാക്കൾക്ക് അതൊക്കെ ഹലാലാണ് എന്നും പറഞ്ഞ് മുട്ടുനായിട്ട് വരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഖുറാഫി. എന്നാ കേട്ടോളൂ, നിങ്ങളെ വലിയ ഔലിയായ മടവൂര് ഇതേ ലോട്ടറിക്ക് എതിരെ നിലപാട് സ്വീകരിച്ച കഥ വേറെ ഖുറാഫി പറട്ടെ. എന്റെ നാട്ടില് എന്റെ വേണ്ടപ്പെട്ട ഒരു ഹാജിയര് മൂപ്പര് എന്നോട് നേരിട്ട് പറഞ്ഞതാ, ഇപ്പോഴും ഹയാത്തുണ്ട്, ഇനി അതിനൊന്നും സംശയമുള്ളവർക്ക് വരാം. എന്താണെന്നറിയോ, മൂപ്പര് പറയാണ്, എന്റെ മൂത്താപ്പ പഴയ മൂത്താപ്പ ഇപ്പത്തെ മൂത്താപ്പല്ല കേട്ടോ, ഫുൾ സ്ട്രോങ് മൂത്താപ്പ, അങ്ങനെയാണ് സ്ട്രോങ് കൂടിയ മൂത്താപ്പ ഉണ്ടാകും. ആ മൂത്താപ്പ അന്ന് ഒരിക്കൽ എന്നോട് ചോദിച്ചു പോരുന്നോ, എടുക്കു വെച്ച് മടവൂർ ഷെയ്ഖുനാന്റെ അടുത്തേക്ക്. ഞാനും ഉണ്ട് മൂത്താപ്പയായിരുന്നു. എന്റെ കീശയിൽ എന്തുണ്ട്, ലോട്ടറി ടിക്കറ്റ് ഉണ്ട്. ഇതാണെങ്കിലോ ഇത് നാളെ അടിക്കുന്നല്ലേ, നാളെ അടിക്കുന്ന തന്നെ അത് എടുത്ത് കീറാൻ കഴിയും, മനസ്സ് സമ്മതിക്കൂല കീറാന്. അത് ആരും ഇനി ടെസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട, അത് പാടില്ലാത്തതാണ്. അങ്ങനെ മൂപ്പര് കീശലുണ്ട്. മൂപ്പരിനോട് പറയാണ്, ചെറുതാണ് മൂതാപ്പന്റെ കൂടുതൽ ഇങ്ങനെ പോയി മടവൂർ ഷെയ്ഖുനാന്റെ മുന്നിലെത്തിയപ്പം വിറക്കിയെന്ന് പറഞ്ഞു. കാരണം അതെങ്ങാനും മൂത്താപ്പ കണ്ടാൽ അടിച്ചിട്ട് പഴയ ഭാഷ പറഞ്ഞ ചമ്മന്തിയാക്കും. അത്രക്കും സ്ട്രോങ് അല്ല ഉണ്ടാകുക. ലോട്ടറിയല്ലേ കീശയിലുള്ളത്. സുബ്ഹാനല്ലാഹ്. മടവൂർ ഷെയ്ഖുനാന്റെ മുന്നിൽ ഇങ്ങനെ ബേജാറായി നിൽക്കുമ്പോ എന്താ ഷെയ്ഖുന ചെയ്തത് എന്നറിയോ, കീശമ്പലിങ്ങനെ തൊട്ടോലെ, എന്നിട്ട് തൊട്ടിങ്ങനെ വെച്ചിട്ട് പറഞ്ഞോലെ, മോനെ പണത്തിന് ആവശ്യമുണ്ടില്ലേ, ഇത് നമുക്ക് വേണ്ട. മൂപ്പര് പറയാണ്, മൂത്താപ്പക്ക് മനസ്സിലായില്ല അതെന്താ പരിപാടി എന്ന്. എന്നാൽ എനിക്ക് മനസ്സിലാകുകയും ചെയ്ത് ഞാൻ പുറത്തു കറങ്ങിയിട്ട് കീറി വലിച്ചെറിഞ്ഞു. പിന്നെ ഇതുവരെ ലോട്ടറി തൊട്ടിട്ടില്ല. ഇത് മൂപ്പരോടും തന്നെ വേറൊരു ആചാര്യ പറഞ്ഞാട്ടോ, ഒക്കെ റാവിമാരുണ്ടാവുമ്പോഴേക്കല് എന്താണ് അജ്മീർ ഖാജ എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും വലിയ ഔലിയ ലോട്ടറി എടുപ്പിക്കുന്നു, അതിന് ഒന്നാം സമ്മാനം അടുപ്പിക്കുന്നു. മടവൂർ എന്ന് പറയുന്ന വേറെ ഔലിയ ലോട്ടറി എടുത്ത ആളോട് പറയുന്നു, ഇത് നമുക്ക് വേണ്ട കേട്ടോ, ഹറാമാണ് എന്ന് പറഞ്ഞ് ലോട്ടറി ടിക്കറ്റ് കീറിയിടിപ്പിക്കുന്നു. അതെന്തോടാ അജ്മീർ ഖാജക്ക് ഹലാലായ കാര്യം നിങ്ങളെ മടവൂരിന് എങ്ങനെ ഹറാമാല്? സാധാരണക്കാർക്കും ഔലിയാക്കൾക്കും രണ്ട് ശരീഅത്താണ്, രണ്ട് ദീന നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരന് ഹലാലായ പല കാര്യവും ഔലിയാക്കൾക്ക് ഹറാമായിരിക്കും, സാധാരണക്കാരന് ഹറാമായ പല കാര്യവും ഔലിയാക്കൾക്ക് ഹലാലുമായിരിക്കും. ഇപ്പൊ സാധാരണക്കാരന് കള്ള് ഹറാമാണ്, നിങ്ങൾ ഔലിയാക്കൾ അത് പാല് എറിഞ്ഞു മോന്തും. അപ്പൊ സാധാരണക്കാരന്റെ ശരീഅത്ത് വേറെ, ഔലിയാക്കളുടെ ശരീഅത്ത് വേറെ, സാധാരണക്കാരന്റെ ദീന് വേറെ, ഞങ്ങൾ ഔലിയാക്കളുടെ ദീന് വേറെ. ഇത് എപ്പോഴും നിങ്ങൾ പുലമ്പാറുള്ളതാണ്. സമ്മതിച്ചു, നിങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടി സമ്മതിച്ചു തന്നു. പക്ഷെ ഔലിയാക്കൾക്കൊരു പൊതു നിയമല്ലേ, ഒരു ഔലിയക്ക് ഹറാമായ കാര്യം മറ്റേ ഔലിയക്ക് എങ്ങനെ ഹലാലാകല്, ഒരു ഔലിയക്ക് ഹലാലായ കാര്യം മറ്റേ ഔലിയക്ക് എങ്ങനെ ഹറാമാകല്? ഇവിടെ ഇവിടുത്തെ കൊട്ടേഷൻ ടീം ഉണ്ടല്ലോ, ഗുണ്ടകള്, പോക്കിരികള്, ഓലടയിലുണ്ടാവും ഒരു പൊതു നിയമം എല്ലാവരും അംഗീകരിക്കണേ. ആ ഒരു ഐക്യബോധം പോലും, ആ ഒരു നിയമം പോലും നിങ്ങളെ ഔലിയാക്കളുടെ ഇടയിലില്ലേ? ഏതാ നിങ്ങൾ വിഭാഗം, ഏതാ ജാതി, ഏതാ നിങ്ങളെ ജന്തുക്കള്? നിങ്ങളെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ സാധനം മനുഷ്യന്മാരും അല്ലേ? മനുഷ്യന്റെ നിയമം ബാധകല്ല, ദീനി നിയമം ബാധകല്ല, ഭൗതിക നിയമം ബാധകല്ല. അങ്ങനെ ഒരു പ്രത്യേക തരം ഒരു വൃത്തികെട്ട ജീവികളാണ് നിങ്ങൾ ഈ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഔലിയാക്കൾ എന്ന് പറയുന്ന ഈ സാധനങ്ങള്. ഓരോരുത്തന്മാർക്ക് ഓരോ നിയമം, ഓരോ പിരാന്ത്, ഓരോ കാട്ടിക്കൂട്ടല്. എന്നാൽ അത് മുണുങ്ങാൻ കുറെ അന്തല്ലാത്ത കോമും. എങ്ങനെയോടെ ഈ സമുദായം നന്നാവുക? അപ്പൊ ഇതാണ് അജ്മീർ ഖാജന്റെ ഒരു പൊതുചരിത്രം. ഇത് മാത്രമല്ല സഹോദരങ്ങളെ, ഇവന്മാരുടെ ഓരോരോ കറാമത്തിന്റെ കോലം കേട്ട് കഴിഞ്ഞാൽ ചിരിച്ചു ചാകും. ഇനി ഔറംഗസീബ് എന്ന രാജാവ്, ഇന്ത്യ രാജ്യം ഭരിച്ചൊരു രാജാവായിരുന്നല്ലോ, ആ ഔറംഗസീബ് മുഖേന ഉണ്ടായ ഒരു കറാമത്ത്, രസകരമായ കറാമത്ത്, ആർക്ക് കേട്ടാലും ചിരി വരുന്നൊരു കറാമത്ത് കേട്ടു നോക്ക്. ഔറംഗസീബ് ഭരണാധികാരി ഓർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാണ്, കണ്ണ് കാണില്ല, ഖാജാബാബന്റെ പരിസരത്ത് ഇരിക്കുകയാണ്. നമുക്ക് ചോദിച്ചു, എന്തായി ഇരുത്തം? കുറെ കാലമായി ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് കണ്ണ് കാണുന്നില്ല, എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിസ്കരിച്ച് വരുന്നതിന് മുമ്പ് നിങ്ങളെ കണ്ണ് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ അങ്ങത്ത് വധിച്ചാളും. ഇയാൾ പേടിച്ചിട്ട് ഇയാള് പിന്നെ തിരിച്ച് ഖാജാബാബന്റെ അടുത്തിരിക്കുന്ന ഈ മനുഷ്യൻ ബേജാറായി നിൽക്കുന്നു. ഓർ നിസ്കരിക്കാൻ പോകുന്നു. തിരിച്ചു വരുമ്പോ ഇയാൾ രണ്ട് കണ്ണും ഇങ്ങനെ തുറച്ചു നോക്കുക, ഒരു കുഴപ്പമില്ല, കണ്ണിന് കാഴ്ചയൊക്കെ തിരിച്ചു കിട്ടി. ഇതെന്താ സംഭവം? ഒരു കണ്ണ് കാണാത്തൊരു കണ്ണുപൊട്ടൻ, അയാൾ കണ്ണുപൊട്ടൻ മാത്രമല്ല മരപ്പൊട്ടനും കൂടിയാണ്. അല്ലെങ്കിൽ കുറച്ച് അന്തണ്ടി അവിടെ പോയിരിക്കോ? 20 കൊല്ലമായിട്ട് അവിടെ പോയിരിക്കുകയാണ്. എന്ത്, എന്റെ കണ്ണിന് കാഴ്ച കിട്ടണേ ഖാജാപ്പാപ്പാ, എന്റെ കണ്ണിന് കാഴ്ച തരണേ ഖാജാപ്പാപ്പാ ഇങ്ങനെ ഇരിക്കുകയാണ്. 20 കൊല്ലം ഇരുന്നിട്ട് യാതൊരു മാറ്റമില്ല. അങ്ങനെയാണ് ഔറംഗസീബ് എന്ന ചക്രവർത്തി വരുന്നത്. മൂപ്പരങ്ങനെ ചോദിച്ചു, എന്തായി ചങ്ങായി, പേരും കൂടിയൊന്നുമില്ലാതെ 20 കൊല്ലമായിട്ട് ഇവിടെ അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോ, കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി 20 കൊല്ലമായിട്ട് ഇവിടെ പെറ്റുകിടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഔറംഗസീബിന്റെ ഭീഷണി, ഞാനിതാ നിസ്കരിച്ചിന് വരുമ്പോഴേക്കും എന്റെ കണ്ണിന് കാഴ്ച കിട്ടിയില്ലെങ്കിൽ അന്നെ ഞാൻ കൊല്ലും. അത് കേട്ടത് ഇയാൾക്ക് പേടിച്ചിട്ട് കണ്ണിന് കാഴ്ച കിട്ടിയെന്നാണ് കറാമത്ത്, അല്ലാത്ത ജാതി കറാമത്ത്.
ഇവിടെ എന്ത് ജാതി കറാമത്താണത്? ഇപ്പൊ ഒരു ഡോക്ടറെ അടുത്തേക്ക് ഒരു രോഗി പോയി ഒരു അസുഖത്തിന്, ഉദാഹരണത്തിന് വയറ്റിന്ന് പോണില്ല, ശോധനല്ല. അപ്പോൾ ഡോക്ടറോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഒരാൾ വന്നിട്ട് പറയാണ്, ഇതാ ഇത് കുറെ നേരം ഇവിടെ ചുറ്റിപ്പറ്റിക്കണം, വയറ്റിന്ന് പോണില്ല എന്ന് പറഞ്ഞിട്ട്, ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ വയറ്റിന്നെങ്ങാനും പോയില്ലെങ്കിൽ അന്നെ ഞാൻ കൊല്ലുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിട്ട് തൂറിന്ന് വാങ്ങിച്ചു പറയാ. അത് കേൾക്കാനൊരു ചേലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ, മനസ്സിന് പേടിച്ചിട്ട് മലം പോവും മൂത്രം പോവും. ഇതെങ്ങനെയാണ് പേടിച്ചിട്ട് കണ്ണിന്റെ കാഴ്ച കിട്ടല്? മനസ്സിലായില്ല. ഇനി ഈ സാധുവിനെയാണ് പേടിപ്പിക്കേണ്ടത്? ഔറംഗസീബ് പേടിപ്പിക്കേണ്ട അജ്മീർ ഖാജനല്ലേ? പൊന്നാരി ചെങ്ങായി ഒരു മൊയന്ത് 10-20 കൊല്ലായിട്ട് ഇവിടെ തെണ്ടി തിരിഞ്ഞടക്കുകയാണ്. എന്താ നിങ്ങൾ ഹാജയാണ് കൂജയാണെന്ന് പറഞ്ഞിട്ട് വലിയ കറാമത്തിന്റെ ഉടമയെന്നും പറഞ്ഞിട്ട് ഇതാ അയാളെങ്ങനെ ഇടങ്ങാറാക്കണം? ഒന്ന് ആ കണ്ണിന്റെ കാഴ്ച ഒന്ന് കൊടുത്തൂടെ? ഞാൻ പോയി വരുമ്പോൾ ഇതിന് കണ്ണിന്റെ കാഴ്ച കിട്ടിയില്ലെങ്കിൽ ഇതാ ഈ ജാറ ഞാൻ അടിച്ചു പൊളിച്ചു പറഞ്ഞിട്ട് ആ അജ്മീർ ഖാജനല്ലേ ഭീഷണിപ്പെടുത്തേണ്ടത്? അല്ലാതെ ഈ സാധുവിനെ പേടിപ്പിക്കാൻ വേണ്ടിയത്? എന്ത് ജാതി കറാമത്താണോ ഇതൊക്കെ? അപ്പൊ സഹോദരങ്ങളെ, ഈ അജ്മീർ ഖോജ എന്ന് പറയുന്ന ഇവരുടെ വലിയ ഖോജ, ആ ഖോജ അടക്കമുള്ള പല ഔലിയാക്കളും ഇവരുടെയൊക്കെ ചരിത്രങ്ങളും ആ ചരിത്രത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കറാമത്തുകളും ഇതുപോലെ ഫുൾ കോമഡിയാണ്. കോമഡി 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 മാത്രം. അതിലൊരു തെക്കുകൊണ്ടാകുന്ന ഒരു കറാമത്തോ ദീനിനെ കുറിച്ച് പഠിക്കാൻ പറ്റിയൊരു കറാമത്തൊന്നുമില്ല, ഫുള്ള് കോമഡി. അത് അജ്മീർ ഖോജക്ക് മാത്രമല്ല, ഇവരെല്ലാ ഔലിയാക്കളെയും കഥ ഇതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട്. അള്ളാഹ് ആയുസ്സും ആരോഗ്യം തൗഫീഖും തന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിങ്ങളെ എല്ലാ ദർഗകളും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തന്നെയാണ് തീരുമാനം. എല്ലാറ്റിന്റെയും കഥ അങ്ങനെയൊക്കെ തന്നെയാണ്, കോമഡികളാണ്. അപ്പൊ അജ്മീർ ഖോജ മാത്രമല്ല കേട്ടോ, ആ അജ്മീർ ഖോജയുടെ പരിസരത്ത് ആയിരക്കണക്കിന് ഔലിയാക്കൾ ഉണ്ടെന്നാണ് വേറെ ഖുറാഫിന്റെ തള്ളല്. കേട്ടോളി. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ചരിത്രങ്ങൾ അജ്മീറിൽ ഇന്നും മറയാതെ മായാതെ കിടക്കുകയാണ്. പോകുന്നവർ അതിന്റെ ഒരു മലയുണ്ട്, അവിടെ കാരാഘട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. 10,000-കണക്കിന് ശുഹദാക്കളുടെ മക്ബറയുള്ള ഒരു വലിയ ഒരു മലയാണത്. ആ മല മുകളില് ആയിരക്കണക്കിന് ഔലിയാക്കന്മാർ കിടക്കുന്നു. അവിടെ സിയാറത്തിന് പോകുന്നവരുണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും നാം മനസ്സിലാക്കണം, മഹാന്മാരുടെ ചാരത്ത് ജീവിക്കുന്നത് നമ്മളെ പോലോത്തവർ എന്തെങ്കിലും ചൂഷണം നടത്തിയാൽ അത് മഹാന്മാരുടെ അഡ്രസ്സിൽ കെട്ടിവെക്കുന്നത്, അത് ബിദഈകൾക്ക് അത് ചൂട്ടുപിടി കൊടുക്കുക എന്നല്ലാതെ മറ്റൊന്നും അതിനെപ്പറ്റി പറയാനില്ല. ചൂഷണം നടത്തുന്നത് ആരാ? ദോഷികളും മറ്റുള്ള തെറ്റുകളും ചെയ്യുന്നവർ ഇത്തരത്തിന്റെ അധികാരത്തിലേക്ക് വന്നാൽ അവരെവിടെ ചെന്നാലും ചൂഷണം നടത്തും. അവർക്ക് ഏത് രാഷ്ട്രീയ അധികാരം കിട്ടിയാലും, ഏത് സംഘടനയുടെ അധികാരം കിട്ടിയാലും, ഏത് മക്ബറയുടെ അധികാരം കിട്ടിയാലും അവർ ചിലപ്പോൾ ചൂഷണം നടത്തിയേക്കാം. അത് മഹാന്മാരുടെ കേടല്ല, അത് അവരുടെ കേടാണ്. അപ്പൊ എന്താ ഇവന്റെ ആഹ്വാനം? അജ്മീറിൽ പോണ ആൾക്കാരുണ്ടല്ലോ, അവിടെ അജ്മീർ ഖാജന്റെ ദർഗന്റെ പരിസരത്ത് മാത്രം തെണ്ടി തിരിഞ്ഞിടന്നാ പോരാ. അപ്പുറത്തൊരു മലയുണ്ട്. ആ മലയിലാണെങ്കിൽ 10,000-കണക്കിന് ശുഹദാക്കളെ ഖബറുണ്ട്, ആയിരക്കണക്കിന് ഔലിയാക്കളെ ഖബറുണ്ട്. അവിടെയും പോയി കുത്തിമറിഞ്ഞോളീ എന്നാണ്. എങ്ങനെയാണ് ഒരു മലന്റെ മുകളിൽ ആയിരക്കണക്കിനും 10,000-കണക്കിന് ശുഹദാക്കളെ ഖബർ വരാ? നമുക്ക് മനസ്സിലായില്ലത്. നിങ്ങൾ ആ കാലത്ത് ഓൾ ഇന്ത്യ ഔലിയ കോൺഫറൻസ് ഒന്നായിട്ട് ആ മലന്റെ മുകളിൽ നിന്ന് കൂടിയപ്പോ ഒരു ഇടിയോ മിന്നലോ തട്ടിയിട്ട് ഒക്കെപ്പാടെ ഒപ്പം ജീവൻ പോയതാ? അങ്ങനെ കുഴിച്ചിട്ടതാ അവിടെ? അല്ലാതെ അതിന്റെ മുകളിൽ തന്നെ ഇതൊക്കെ പാടെ ഇവിടുന്ന് പണ്ടാരടങ്ങിയത് ഒക്കെ വന്നൊരു സ്ഥലത്ത് വന്ന് കേന്ദ്രീകരിക്കണ്ടല്ലോ ഔലിയാക്കൾ മുഴുവനും. അങ്ങനെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഔലിയാക്കളുടെ മലണ്ട്. അവിടെയൊക്കെ കറാമത്തുണ്ട്. അവിടെ പോയി നാരായണത്ത് ഭ്രാന്തന്റെ മാരി വലിഞ്ഞു കയറിക്കോളി, എന്നിട്ട് അടിക്ക് ചാടിക്കോളി എന്നൊക്കെയാണ് ഈ പറയുന്നത് നമുക്ക്. എന്നിട്ട് അവൻ്റെ ഒരു മുൻകൂർ ജാമ്യം എന്ത്? ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് തമ്മാടികളുണ്ട്, ഒരുപാട് താന്തോന്നികളുണ്ട്, തെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെന്തേലും ചെയ്തു കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഔലിയാക്കളെ മഹാന്മാരുടെ അഡ്രസ്സിൽ കെട്ടിവെക്കണ്ടാൻ. എടോ, നിങ്ങളെ മഹാന്മാർ എന്ന് പറയുന്ന ഈ ഹംകീങ്ങളെ അഡ്രസ്സ് തന്നെ കെട്ടിവെക്കും. ഓല ചുമലിൽ തന്നെ ഇത് ഞങ്ങൾ വെച്ച് കെട്ടും, ഓല തലയിൽ തന്നെ ഇടും. ഓൽക്ക് ഇതിൽ ഉത്തരവാദിത്തല്ലേ? അങ്ങനെ തെറ്റ് ചെയ്യാൻ ഓല അനുവദിക്കല്? അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ, തമ്മാടിത്തം ചെയ്യുന്ന ആൾക്കാർ ഏത് അധികാര സ്ഥാനത്ത് വന്നാലും, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വന്നാലും, ഏത് സംഘടനയിൽ വന്നാലും ഓലങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. തെറ്റ് ചെയ്യും. പക്ഷെ അത് നിയന്ത്രിക്കാൻ രാഷ്ട്രീയ നേതാക്കൾക്കും സംഘടനാ നേതാക്കൾക്കും കഴിയണം. അവിടെയാണ് നീതിയുടെ സംഗതി. ഇപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും, ഏത് സംഘടനയിലായാലും, ഏത് കൂട്ടായ്മയിലായാലും ചിലപ്പോൾ തമ്മാടികളുണ്ടാവും. ഓനെങ്ങനെ വെച്ചുകൊണ്ട് കാലാകാലം ഇവിടുത്തെ ഇന്ത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവ് പരസ്യമായി തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ജനങ്ങൾ ചോദ്യം ചെയ്യൂലേ? നിർബന്ധിത സാഹചര്യത്തിലെങ്കിലും ഓനെ പാർട്ടിയിൽ നിന്ന് കുറിച്ച് പുറത്താക്കൂലേ? അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഇവിടെ അല്ലേ? ആ ഒരു നീതിബോധയിൽ നിങ്ങൾ അജ്മീർ ഖാജക്ക് വേണ്ടേ? ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളെ കാരന്തൂർ മർക്കസിൽ ഒരു മല്ല അല്ലെങ്കിൽ അവിടുത്തെ ഒരു മുദരിസ് നിരന്തരമായി തമ്മാടിത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിങ്ങനെ ജനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെന്താ പറയാ? ഒന്നുമില്ലെങ്കിൽ ആ കാന്തപുര അബൂബക്കർ മുസ്ലിയാരെ സ്ഥാപനല്ലേ, അയാൾക്കെങ്കിലും ഇയാളെ കുറിച്ചൊന്ന് പുറത്താക്കി കൂടെ? അയാൾക്ക് അതിന് അധികാരമില്ല എന്ന് പറയില്ലേ? ആ അധികാരം പോലും നിങ്ങൾ അജ്മീർ ഖോജക്കില്ലേ? തെറ്റീനൊക്കെ ഇങ്ങനെ നോക്കിക്കല. അപ്പൊ എന്തായി പറയണത്? പല തമ്മാടിത്തം ഇവിടെയൊക്കെ നടക്കേണ്ട ഈ ജാറങ്ങളിൽ ദർഗകളിൽ നടക്കുന്നത്ര തമ്മാടിത്തം വേറെ സ്ഥലത്തും നടക്കണില്ല.
ഇതിങ്ങനെ കാണുമ്പോൾ ഈ സിയാർത്ത് ടൂറിന് കൊണ്ടുപോകണ കുറെ സാധുക്കളുണ്ടല്ലോ, ഇത് വലിയ സംഗതി വിചാരിച്ചുകൊണ്ട് പോണേ. ഓരിങ്ങനെ ചോദിക്കുമ്പോൾ മാരോടൊക്കെ എന്താ ഉസ്താദ് അവിടെ നടക്കുന്നത്, അവിടെ അത്രയും വലിയ തോന്നിയാസം നടക്കുന്നത് കണ്ടില്ലേ, കൺമുമ്പിൽ ആണും പെണ്ണും എന്തൊക്കെയാ നടക്കുന്നത്, അവിടെ എന്തൊക്കെ ലഹരി കച്ചവടങ്ങൾ നടക്കുന്നത്, ഇതൊക്കെ നമ്മൾ അനുവദിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓൽക്കുള്ളൊരു ക്ലാസ് ആണിത്. അങ്ങനെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മഹാന്മാരുടെ മേൽ കെട്ടിവെക്കണ്ട, മഹാന്മാർ അതിന് ഉത്തരവാദികളല്ല. എന്നാൽ മഹാന്മാർക്ക് അത് തടയാൻ കഴിയുമെന്നാണ് വേറെ മൊല്ല പറയണത്. അജ്മീർ ഖോജക്കും കഴിയും. കേട്ടോളി. ചില ആൾക്കാരെ പരിപാടി തരങ്ങള് അവിടെ ചെന്നിട്ട് ഇവിടെ എന്താ മ്യൂസിക്കുള്ള പാട്ടൊക്കെ കേൾക്കണേ, ഇവിടെ എന്താ ഇവിടെ കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ വരുന്നത്, ഇതെന്താ നമ്മളെ അവിടെ പോയിട്ട് നമ്മളെ കാര്യം പറഞ്ഞാൽ നമ്മൾ അവിടെ വന്നോൽ എന്താ ചെയ്യണേ നോക്കാൻ പോയതല്ലോ. അതെല്ലോ മക്കാമിലും പോയ ചിലരൊക്കെ പരിപാടി ഏതാ, ഉസ്താദെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരാളുടെ സുജൂദ് ചെയ്യുന്നു, ഉസ്താദെ അവിടെ പോയപ്പോൾ ഒരാളുടെ ഒരു പെണ്ണിനേറ്റ് വല്ലാതെ കമ്പനി അടിക്കും, ഇതൊക്കെ എങ്ങനെ ഓലും കുറച്ചോനേറ്റി കൂടും. പിന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയോ, സ്നേഹിച്ചടുത്ത് വിളിച്ചിട്ട് പറയാം നിങ്ങൾ ഈ മക്കാമിൽ വെച്ചിട്ട് ഇങ്ങനൊന്നും ചെയ്യില്ല, ഇങ്ങനെ മ്യൂസിക്കുള്ള പരിപാടി നടത്തലിട്ടോ, നിങ്ങൾ ഈ മക്കാമിൽ വെച്ചിട്ട് കള്ളുടിക്കലിട്ടോ, ഈ മക്കാമിൽ വെച്ചിട്ട് വ്യഭിചരിക്കലിട്ടോ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം. പണി കിട്ടും, ഉടനെ തന്നെ കിട്ടും. നമ്മൾ വിചാരിക്കും ഓൽക്കൊന്നും സംഭവിച്ചില്ല. അതൊക്കെ ഔലിയാക്കളും അള്ളാഹുവും അറിഞ്ഞുകൊണ്ട് കലാപരിപാടി കിട്ടും, നല്ല കിട്ടൽ കിട്ടും. ഈ ഖാജ ബാബക്ക് പ്രത്യേകത ഉണ്ട്, ഓരെണ്ണം മജിൽ അവിടെ ചുറ്റി നടക്കും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ഈ വിശദീകരണം? മൂപ്പര് പറയണേ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ ഈ സിയാർത്ത് ടൂർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാണിയംകുളത്തുനിന്ന് കന്നു കൊണ്ടുപോകണമാര് ഇങ്ങനെ വണ്ടിയിൽ കുത്തി നിറച്ച് ആണിനും പെണ്ണിനും കൊണ്ടുപോകുമല്ലോ. അങ്ങനെ കൂട്ടത്തിലൊരു മൊല്ലുണ്ടാവും, ഒരു നേതാവ്, സിയാർത്ത് ടൂറിന്റെ അമീർ എന്നൊക്കെ പറഞ്ഞിട്ട് കുടവയറും തടവീറ്റ് വലിയൊരു പച്ചശാളും തലയിലും കൗത്തലും ഒക്കെ ചിറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് ഓൻ്റെപ്പം ഇങ്ങനെ പോകുമ്പോൾ ഈ സാധുക്കൾ ചോദിക്കും, എന്താ ഉസ്താദ് കണ്ടില്ലേ, അവിടെ കുറെ ആൾക്കാർ പെണ്ണ് പിടിക്കണ്, ഇവിടെ കുറെ ആൾ കള്ളു പിടിക്കണ്, മറ്റേ തോന്നിയാസം ചെയ്യണ്, ഇതൊക്കെ ദർഗന്റെ പരിസരത്തല്ലേ, ഖാജ ബാബാക്ക് തടഞ്ഞൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടിയാണ് മറ്റോ നേരത്തെ പറഞ്ഞത്, എന്ത് അതിന് മഹാന്മാർ ഉത്തരവാദികളല്ല എന്ന്. ഇയാൾ പറഞ്ഞതോ, ഇയാൾ പറയാണ് അങ്ങനെ പല തമ്മാടുത്തങ്ങളും നടക്കുന്നുണ്ട്, അതൊന്നും നിങ്ങൾ ചോദ്യം ചെയ്യാൻ പോണ്ട, അതൊന്നും നമ്മൾ നോക്കാൻ പോണ്ട, അങ്ങനെ പലതും നടക്കും. എന്താ ഇപ്പൊ ചർച്ചന്റെ ഒക്കെ കോലം? കള്ളു ഷാപ്പിന്റെ ഉള്ളിൽ ഒരുത്തം ബീഡി കച്ചവടം ചെയ്യേണ്ടെന്ന് ഒരുത്തം പരാതി പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇവിടെ കള്ളു ഏറ്റവും വലിയ ഹറാമാണ്, അവിടെ ബീഡി കച്ചവടം ചെയ്യുന്നതിനെ കുറിച്ച് അപ്പൊ നിങ്ങളെ ചർച്ച? നിങ്ങളെ ഏറ്റവും വലിയ തമ്മാടുത്താണ് ഈ ദർഗ, അവിടെ നടക്കുന്ന ഏറ്റവും വലിയ ഷിർക്കും കുഫറുമാണ്. ഇനിയിപ്പോ അവിടെ വ്യഭിചാരം നടത്തുന്നുണ്ടോ, മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ടോ, കള്ളു കച്ചവടം ചെയ്യുന്നുണ്ടോ, അതാ അപ്പൊ നിങ്ങളെ ചർച്ച? ഇവിടെ വ്യഭിചാരത്തിനേക്കാളും കള്ളുടിനെക്കാട്ടും ഏറ്റവും വലിയ തെന്മയാണ് നിങ്ങൾ ഈ ദർഗ, അവിടെ നടക്കുന്ന പ്രാർത്ഥനകൾ, അവിടെ ഔലിയ എന്ന് പറയുന്ന അച്ചങ്ങായനോട് നടക്കുന്ന തേട്ടങ്ങൾ, അതാണ് ഏറ്റവും വലിയ പാപം. ശിർക്ക് കുഫറിന്റെ കാര്യങ്ങളാണ് അതൊക്കെ. നീ അവിടെ കള്ളുടിക്കുണ്ടോ, പെണ്ണ് പഞ്ചാരടിക്കുണ്ടോ, മറ്റേതാക്കുണ്ടോ മറിച്ചതാക്കുണ്ടോ, ഇതും പറഞ്ഞ് ഇങ്ങനെ നടക്കുക. എന്നിട്ട് പറയണം ഞങ്ങളൊക്കെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഔലിയ ഞങ്ങളെ വിടൂലട്ടാൻ. ഖാജബാപ്പന്നെ അവിടെ ഇങ്ങനെ റോന്ത് ചുറ്റുണ്ടാവും അത്രേ. അപ്പൊ എന്തിനാണ് നിങ്ങൾ ഈ ഖാജബാപ്പ അവിടെ റോന്ത് ചുറ്റുന്നത്, അവിടെ ഇങ്ങനെ നടക്കുന്നത് എന്തിനാണ്? മൂപ്പർക്ക് ഇങ്ങനെ അറ്റാക്കിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ വല്ല പ്രശ്നം ഉണ്ടായിട്ട് ഡോക്ടർ പറഞ്ഞതാ, രാവിലെ പെയ്താനും കുറച്ചങ്ങനെ നടന്നോളി, അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നോളി, അത് നല്ലതാണ്, നടക്കണൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നടക്കുക. എന്തിനാ ഇപ്പോൾ നടക്കുന്നത്? ഈ കുറ്റവാളികളെ പിടിക്കാൻ. എന്നിട്ടാ പിടിക്കാത്തടോ? ഇവിടെ ഒരു സ്കൂളിൽ ഒരു ഹെഡ്മാഷ്, ആ ഹെഡ്മാഷ് ചൂരിലും വീശിക്കാണ്ട് ഇങ്ങനെ എല്ലാ ക്ലാസിന്റെ മുമ്പ് കൂടി ഇങ്ങനെ നടക്കുമല്ലോ. എന്ത് കുട്ടികൾ വല്ല കുരുത്തക്കേടും കാണിക്കൊണ്ടോ, ക്ലാസ് മാഷ ശ്രദ്ധയിൽപ്പെടാതെ വല്ല തോന്നിയാസം കാണിക്കൊണ്ടോ, ഏതെങ്കിലും കുട്ടികൾ ക്ലാസ് കയറാതെ പുറത്ത് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഹെഡ്മാഷ് ഇങ്ങനെ നടക്കും. ആ ഹെഡ്മാഷിന്റെ തലവട്ടം കാണുമ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ നിർത്തിയിട്ട് ക്ലാസ് കയറും ചിലപ്പോ. ആ ഒരു പേടി പോലും നിങ്ങളെ അജ്മീർ ഖോജനെ കുറിച്ച് ജനങ്ങൾക്കില്ല, അല്ലെങ്കിൽ ആ ഹെഡ്മാസ്റ്ററുടെ നീതിബോധം പോലും നിങ്ങളെ ഖാജക്കില്ല എന്നല്ലേ ഈ പറയണത്. മുമ്പരിങ്ങനെ റോന്തിട്ടുക, ഇങ്ങനെ നോക്കിയിരിങ്ങനെ നടക്കണം, അവിടെ ഇപ്പം നടക്കണ അവിടെ ഒരു മൂലക്ക ആണും പെണ്ണും വിചാരം നടക്കണ്ട, ആ നടക്കട്ടെ, സൂയിച്ചോളി. ആ ഇപ്പുറത്തെ കള്ളു കച്ചവടം നടക്കണ്ട, നിങ്ങൾ മോന്തിക്കൂടി. ഇപ്പുറത്തെ ലഹരി കച്ചവടം നടക്കൊണ്ട് ആ ബലിച്ച ചത്തോളി. അതും പറഞ്ഞ് ഇങ്ങനെ മോട്ടിവേഷൻ കൊടുക്കാൻ നടക്കുക. മുപ്പരെ തരണ്ടേ? അപ്പൊ സഹോദരങ്ങളെ, ഇതൊന്നും തടയാനും നിയന്ത്രിക്കാനും പോലെ അജ്മീർ ഖാജക്ക് എന്നല്ല ഒരു വലിയനും കഴിയൂല. മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ വല്ല ബന്ധം പുൽക്കൊണ്ടോ? ഇവര് വെറുതെ തട്ടിവിടല്ലേ. ഔലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പവർ കൂടും, പിന്നെ സഡൻലി ആക്ഷൻ എടുക്കും, ഇവിടെ ഇറങ്ങി വരും, നടക്കും, ഓടും, ചാടും, കുത്തിമറിയും, നിങ്ങളെ എല്ലാ ചോദ്യത്തിനും മറുപടി തരും, ഇടപെടേണ്ടവർക്ക് ഇടപെടും. ഇതൊക്കെ വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളുടെ കീശയിലുള്ള കാശും ഈമാനും ചൂഷണം ചെയ്യാൻ വേണ്ടി ശൈത്താന്മാർ ഈ പുരോഹിതന്മാരെ കച്ച കെട്ടിയിട്ട് വെറുതെ സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ വഷള് പറയാന്നല്ലാതെ ഇതിനൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങൾ തെളിവുണ്ടോ? ഇസ്ലാമിക പ്രമാണങ്ങൾ പോട്ടെ, ഇവിടെ അനുഭവത്തിൽ തെളിവുണ്ടോ? എന്തെല്ലാം തിന്മകൾ നടന്നുകൊണ്ടിരിക്കണം അവരെ ദർഗന്റെ പരിസരത്ത്. തടയാൻ പോലെ ആൾക്കാരെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഇപ്പൊ അടുത്തുള്ളൂ ഈ മടവൂർ മക്കാമല ഭണ്ഡാരപ്പെട്ടി ഈ മൊല്ലമാരെക്കാട്ടും വലിയൊരു കള്ളം കട്ടുണ്ടായത്.
അല്ലേ? 1 ലക്ഷത്തോളം ഉറുപ്പിക കട്ടുണ്ടില്ലേ? തടയാൻ മടവൂരിനെ കൊണ്ട് കഴിഞ്ഞോ? എന്നിട്ട് എങ്ങനെയാണ് പോലീസ് പിടിച്ചത്? മക്കാമ് പരിസരത്ത് വെച്ച CCTV ചെക്ക് ചെയ്ത് എത്ര? എന്തിനാണോ മക്കാമ് പരിസരത്ത് CCTV വെച്ചൊക്കെയുണ്ട്? ഔലിയക്ക് കാണാൻ കഴിയില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, കാണാനും കായ്ക്കാനൊന്നും കഴിയൂല, പ്രതികരിക്കാൻ കഴിയൂലെന്ന്. എന്തെങ്കിലും തമ്മാടിത്തം ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടെത്താൻ CCTV വേണം, മനസ്സിലായോ? അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് പല ഔലിയാക്കന്മാരുടെ ചരിത്രം. ഇതങ്ങനെ ഓരോന്നോരോന്നിടത്ത് ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇവരുടെ വിലായത്തും കറാമത്തുമാണ്. ഇവരുടെ വിലായത്തും കറാമത്തും. ഇസ്ലാമിൽ വിലായത്തുണ്ട്, വലിയുണ്ട്, കറാമത്തുണ്ട്. അതെല്ലാം പവിത്രമായ മഹത്തരമായ സംഗതികളാണ്. അത് ഇവർ ഈ കാട്ടണമാരുള്ള തോന്നിയാസങ്ങളല്ല കറാമത്തും വിലായത്തും. ഒരു പക്ഷേ ഒരു വലിയന് കറാമത്തുണ്ടായി കഴിഞ്ഞാൽ, ആ വലിയിലൂടെ അള്ളാഹു കറാമത്ത് പ്രകടമാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷെ ആ വലിയ പോലും അറിഞ്ഞു കൊള്ളണമെന്നില്ല. അതാണ് ഇസ്ലാമിലെ കറാമത്ത്, അതാണ് ഇസ്ലാമിലെ വിലായത്ത്, അതാണ് ഇസ്ലാമിലെ വലിയ. അല്ലാതെ നിങ്ങളെ ഔലിയാക്കളുണ്ടല്ലോ, ഇതാ ഏത് അസുഖത്തിനും മൂലക്കുരു മുതൽ ബ്രെയിൻ ട്യൂമർ വരെയുള്ള അസുഖത്തിനൊക്കെ ഈ തൈലം ശമനമാണ്, ഇതാ ചെറിയ ബോട്ടിൽ 50 രൂപ, വലിയ ബോട്ടിൽ 75, വലിയ ബോട്ടിൽ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭം എന്ന് പറഞ്ഞമാരുള്ള തൈലക്കച്ചവടത്തിന്റെ കച്ചവടം നിങ്ങളെ ഔലിയാക്കളെ കറാമത്ത് കച്ചവടം. അത് സമുദായത്തിന് ഇപ്പൊ ഏകദേശം ബോധ്യപ്പെട്ടു തുടങ്ങി. സമുദായത്തിന് ബോധ്യപ്പെട്ടു തുടങ്ങിയെന്ന് മാത്രമല്ല, സമുദായം ചോദ്യം ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഇത്രയും കാലം മൂക്കയറിട്ട് കൊണ്ടുവന്നിരുന്ന പല ആൾക്കാരും തിരിഞ്ഞുകൊത്താൻ തുടങ്ങി. അതിന്റെ മാറ്റമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കാന്തപുരം വിഭാഗത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കറാമത്ത് അങ്ങനെ പറയരുത്, ജനങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കറാമത്ത് പറയരുത്. ജനങ്ങൾ നമ്മളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറാമത്ത് പറയുന്ന ആൾക്കാരെ നാക്കിന് കൂച്ചുവിലങ്ങിടണം, അവരെ നിയന്ത്രിക്കണം, അവർക്ക് സർക്കുലർ അയക്കണം, അവരെ സ്റ്റേജ് കയറ്റരുത്. വന്നു കഴിഞ്ഞില്ലേ നിയമങ്ങൾ? അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇത്രയും കാലം കറാമത്ത് ചലച്ചിരുന്ന പല മൊല്ലമാരും വായ പൂട്ടി വീട്ടിലിരിക്കാൻ തുടങ്ങിയത്, അല്ലേ? എടോ, സലഫികൾ നടത്തിയ പ്രബോധനത്തിന്റെ ഫലാണത്. ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ഈ പല ദർഗകളും. ആ ദർഗകളുടെ നടത്തിപ്പുകാർ തന്നെ അത് അടിച്ചു പൊളിക്കുന്ന കാലം ഇൻഷാ അല്ലാഹ് അത് വിദൂരമല്ലാതെ ഇവിടെ സംഭവിക്കും. അത്രത്തോളം തോന്നിയാസാണ് ഈ ദർഗയുടെ പേരിലും ജാറത്തിന്റെ പേരിലും വിലായത്തിന്റെ പേരിലും കറാമത്തിന്റെ പേരിലും നിങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചത്. ആളുകൾക്ക് ബോധം വെക്കാൻ തുടങ്ങി. സാധാരണക്കാർ മാത്രമല്ല, നിങ്ങളെ പണ്ഡിതന്മാര്, നിങ്ങളുടെ ഉസ്താദുമാര്, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട 65ഉം 70ഉം വയസ്സുള്ള സ്ത്രീകൾ വരെ മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പം അടുത്ത് തന്നെ ഒരു സ്ത്രീ വിളിച്ചിട്ട് പറയാണ്, ഇതാ ഞാൻ വർഷങ്ങളായിട്ട് മടവൂരിൻ്റെ മക്കാമിൽ ആഴ്ചയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. നിങ്ങളുടെ ഈ വീഡിയോ കണ്ടപ്പോൾ ഇതിൻ്റെ സത്യം, ഇതിൻ്റെ ഭീകരത എനിക്ക് മനസ്സിലായത്. ഞാനിപ്പോൾ തൗബ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൗഹീദ് എന്താണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ചെറിയ മാറ്റമൊന്നല്ല ഇവിടെ താഴെത്തട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവരെ പുരോഹിതന്മാർക്കും തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കറാമത്ത് പറയരുത്, ഇനി ജനങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കറാമത്ത് പറയരുത് എന്ന് തിട്ടൂരം കൊടുത്തത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറയാനുള്ളതൊക്കെ പറഞ്ഞുപോയി. എല്ലാം ഇവിടെ സോഷ്യൽ മീഡിയയിലുണ്ട്. ആ പ്രസംഗങ്ങളൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ ആദർശപ്പാപ്പരത്തം, നിങ്ങളുടെ അനിസ്ലാമിക വാദങ്ങള്, ഷിർക്കിന്റെ വാദങ്ങള്, കുഫറിന്റെ വാദങ്ങള് ജനങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിന്റെ ബാക്കി എപ്പിസോഡുകളിൽ ഇന്ത്യയിലുള്ള ഇതുപോലെയുള്ള പല ദർഗകളും ഇൻഷാ അല്ലാഹ് പോസ്റ്റ്മോർട്ടം ചെയ്യുക തന്നെ ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.